ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ അക്കാഡമി. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മാത്സിലെ രണ്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെർസെൻറ്റേജും ആവറേജും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് നമ്മുടെ ആവറേജ് നോക്കിയാൽ ഏതാണ്ട് 1 to 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ പെർസെൻറ്റേജ് നോക്കിയാൽ 1 to 2 ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഈ പെർസെൻറ്റേജ് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ ഇവിടെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതിലൊക്കെ പെർസെൻറ്റേജിൻ്റെ ആവശ്യമില്ലേ, അവിടുന്ന് 2 to 3 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ആവറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതാണ്ട് 2 ക്വസ്റ്റ്യൻ 2 ടോപ്പിക്കിൽ നിന്നും വരാറുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, മറ്റു പല ടോപ്പിക്കിലും ഇതിൻ്റെ ഓവർലാപ്പ് കാണാം. കാരണം ഇത് ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് വെച്ചിട്ട് മറ്റു പല ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പെർസെൻറ്റേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റ്, അതായത് ഒരു നമ്പർ 100-ൽ എത്ര എന്നാണ് പെർസെൻറ്റേജ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും, നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിച്ചതായിരിക്കും നിങ്ങൾ. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ 100-ൽ എത്ര, അതാണ് പെർസെൻറ്റേജ്. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? പെർസെൻറ്റേജിനെ പാർട്ട് ബൈ ഹോൾ ഇൻറ്റു 100. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു എക്സാമിന് 200 ടോട്ടൽ മാർക്ക് 200 ആണ്. അതിൽ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 200-ൽ 40 മാർക്ക് കിട്ടി എങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് മാർക്കാണ് കിട്ടിയത്? എങ്ങനെ പറയാം? അതായത് ഇവിടെ പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയത്? 40 ഡിവൈഡ് ബൈ ഹോൾ എത്രയാണ്? ഹോളിൽ എത്രയാണ്? അതായത് ടോട്ടൽ എത്രയാണ്? 200 ഇൻറ്റു 100. അപ്പോൾ ഇത് എത്ര കിട്ടും? ഇങ്ങനെ ക്യാൻസലാക്കാം. സോ 20% എന്ന് പറയാം. മനസ്സിലായില്ലേ? അതായത് 40 എന്നത് 200-ൽ 40 എന്നത് 20% ആണ്. മനസ്സിലായോ? അതായത് 100-ലേക്ക് ആക്കുമ്പോൾ ഇതിനെ 20 എന്ന് പറയാം. 100-ൽ 20 ആണെന്ന് പറയാം. അതിനെയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 40 എന്ന് പറയുന്ന 200-ൽ 40 എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ പെർസെൻറ്റേജ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് പഠിച്ചേക്കാം. പെർസെൻറ്റേജിൽ ബേസിക് ആയിട്ടുള്ള ഫോർമുല, ഈ ഫോർമുല വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ആദ്യം എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ ചേഞ്ച് ചെയ്താൽ എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ചെയ്യുന്നതാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പം എന്താ? 100 എന്നുള്ളത് 120 ആയി. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ചെയ്തത്? അതാണ് ഇവിടെ പറയുന്നത്. എന്താ? ന്യൂ വാല്യൂ എത്രയാണ്? 120. ഒറിജിനൽ വാല്യൂ എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ 100. ഓക്കെ, അപ്പോൾ എത്രയാണ്? 120 മൈനസ് 100/100. അപ്പോൾ എന്താണ്? 20/100 ഇൻറ്റു 100. ഇത് എത്ര കിട്ടും? നമുക്ക് 20% ആണ്. അതായത് 100-ന്ന് 120-ലേക്ക് പോകുമ്പോൾ 20% ആണ് ചേഞ്ച് ആയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ഓർത്തിരിക്കാം. അടുത്തത്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ എത്രയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? എന്താണ്? പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പ്രൈസ്, ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ 100 എന്ന് വിചാരിക്കാം. അത് 120 ആയി. അപ്പോൾ ആദ്യം നമ്മൾ 100 രൂപ ഉണ്ടാകുമ്പോൾ 120 സാധനമാണ് വാങ്ങുന്നത്. അപ്പോൾ ഇനി കൺസംഷൻ എത്ര റെഡ്യൂസ് ചെയ്യണം? എക്സ്പെൻഡിച്ചർ സെയിം ആയിരിക്കണം. എക്സ്പെൻഡിച്ചർ 2 സ്ഥലത്തും സെയിം ആയിരിക്കണം. ഓക്കെ, എക്സ്പെൻഡിച്ചർ 2 സ്ഥലത്തും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര റെഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞു പ്രൈസ് എത്ര A% റെഡ്യൂസ് ആയി, പ്രൈസ് A% ഇൻക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര റെഡ്യൂസ് ആവണം എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ചെയ്താൽ മതി. ഇനി അതുപോലെ പ്രൈസ് ഡിക്രീസ് ആയി, A% ഡിക്രീസ് ആയാൽ നമ്മൾ കൺസംഷൻ എത്ര ഇൻക്രീസ് ചെയ്യണം, അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അടുത്തത്, A ഈസ് R% മോർ ദാൻ B. അങ്ങനെ പറഞ്ഞാൽ B എത്ര പെർസെൻറ്റേജ് ലെസ് ദാൻ R ആയിരിക്കും, A ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് എന്താ? ഇവിടെ നോക്കിയാൽ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. A എന്നത് 120 ആണ്, B എന്നത് 100 ആണ്. അപ്പോൾ A എന്നത് 120-ഉം B എന്നത് 100-ഉം ആണ്. അപ്പോൾ A എന്നത് 20% കൂടുതലാണ്. ഓക്കെ, A എന്നത് 20% കൂടുതലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. A ഈസ് 20% മോർ ദാൻ B. അങ്ങനെയാണെങ്കിൽ B എത്ര കുറവായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ആ 20 ഇതാ ഇവിടെ കണ്ടോ, R-ൻ്റെ പ്ലേസിൽ നമ്മൾ 20 ഇട്ട് കൊടുക്കുക, ഇവിടെ 20 ഇട്ട് കൊടുക്കുക. അപ്പോൾ 20/120 ഇൻറ്റു 100. ഇത്രയും പെർസെൻറ്റേജ് ചെറുതായിരിക്കും B Aനേക്കാളും. ഓക്കെ, അത് നമുക്ക് ഇവിടെ നിന്നും കണ്ടുപിടിക്കാം. A എന്നത് 120 ആണ്, B 100 ആണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 20 ആണ്. ഇനി Aനേക്കാളും എത്ര കുറവെന്നല്ലേ ചോദിച്ചാൽ, അപ്പോൾ Aൻ്റെ ബേസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ Aൻ്റെ വാല്യൂ 120 ഇൻറ്റു 100 ഒക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കി ക്ലിയർ ആവും. ഇനി സെയിം ആണ്. എങ്ങനെയാ? A ഈസ് R% ലെസ് ദാൻ A. അപ്പോൾ A ആണ് ഇവിടെ കുറവ്. അപ്പോൾ Bൻ്റെ വാല്യൂ എന്തായിരിക്കും?
എന്താണ് സെയിം ആണ്, പക്ഷേ ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് മൈനസ് ഇട്ടു. ഓക്കെ, ഈ ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇനി ഈ ഇക്വേഷൻ്റെ ആവശ്യമുണ്ട്. അടുത്തത് സക്സസീവ് ചേഞ്ച്. അതെന്താണ് സക്സസീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഇപ്പം നിങ്ങൾക്ക് ഒരു മെർച്ചന്റ് ഡിസ്കൗണ്ട് തന്നു, എത്രയാ 10% ഡിസ്കൗണ്ട് തന്നു, പിന്നെ വീണ്ടും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു 8% തന്നു. അങ്ങനെ ആവുമ്പോൾ ഉള്ള ടോട്ടൽ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ആദ്യം നിങ്ങൾക്ക് ഒരു 10% തന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ ഒരു 8% തന്നു, അതിനെയാണ് സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ സക്സസീവ് ഡിസ്കൗണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആദ്യം അയാൾ 10% ഡിസ്കൗണ്ട് തന്നു, പിന്നെന്താ 10% കൂട്ടി, അതായത് 10% കുറച്ചു, പിന്നെ 10% കൂട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോട്ടൽ എത്രയായിരിക്കും എന്നാ ചോദിച്ചിട്ടില്ലേ? മനസ്സിലായോ? അങ്ങനെ ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? അതിനുള്ള ഇക്വേഷനാണ് ഇത്. 10% ഇൻക്രീസ് ചെയ്തു, 10% കുറച്ചു, അപ്പോൾ ഉള്ള ടോട്ടൽ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടില്ല. അതിന് ആണ് x²/100 എന്ന് എഴുതുന്നത്. ക്ലിയർ അല്ലേ? അതായത് എക്സാമ്പിൾ നോക്കിയാൽ, അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു കാര്യം കൂടെ നോക്കണം, സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച്. അതായത് നിങ്ങൾ ഒരു എമൗണ്ടിൻ്റെ, അതായത് ഇപ്പോൾ 100 രൂപ ഉണ്ടായത് നിങ്ങൾ ആദ്യം ഒരു 10% ഇൻക്രീസ് ചെയ്തു, പിന്നെ വീണ്ടും ഒരു 10% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ആയാൽ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്തത്? 20% ആണോ? 20% അല്ല. അത് എത്രയാണെന്നാണ് നമ്മൾ ഈ സക്സസീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ വെച്ച് നോക്കുന്നത്. അപ്പോൾ നോക്കിയാൽ എന്താ, ഇവിടെ ആദ്യം എ, അതായത് എ എന്താ, നമ്മൾ 10% കൂട്ടി, പിന്നെ അതിൽ വീണ്ടും 10% കൂട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻ നമുക്കൊരു എക്സാമ്പിളിൽ നോക്കാം. അതായത് എന്താ, ആദ്യം 100 രൂപ ഉണ്ടായത് 10% കൂട്ടിയിട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 110 ആയി. പിന്നെ വീണ്ടും ഇതിൻ്റെ 10% കൂട്ടുമ്പോൾ എന്താണ്? 121 ആയി. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്രയാണ് കൂടിയത്? 21 ആണ് കൂടിയത്, 20 അല്ല. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് ഇത്. നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ ആദ്യം 10% കൂടി പ്ലസ് 10, പിന്നെ a ഇൻറ്റു ബി, അതായത് 10 ഇൻറ്റു 10, 10 ഇൻറ്റു 10/100. അപ്പോൾ ഇതെത്രയാണ്? ഇത് 20 കിട്ടി, പ്ലസ് 100/100 1, ദാറ്റ് ഈസ് 21. ഓക്കെ, അപ്പോൾ നമുക്ക് സക്സസീവ് ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ആദ്യം ഒരു ഇൻക്രീസ് വന്നു, പിന്നെ ഒരു ഡിക്രീസ് വന്നു. അതായത് ആദ്യം നിങ്ങൾ 10% കൂട്ടി, പിന്നെ ഒരു 9% കുറച്ചു. അങ്ങനെയാണെങ്കിലുള്ള പ്രൈസാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? അതാണ് ഈ മൈനസ് വെച്ച് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ കാര്യമില്ലേ? നേരത്തെ എന്താ നോക്കിയത്? ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എക്സാമ്പിൾ x% കൂട്ടിയിട്ട് x% കുറച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഫൈനൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് x%, അതായത് x% ഇൻക്രീസ് ചെയ്തിട്ട് x% കുറച്ചാൽ എപ്പോഴും അത് ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ 100 ഉണ്ട്, അതിൽ നിന്ന് ഒരു 20% കൂട്ടി, എന്നിട്ട് 20% കുറച്ചു. അങ്ങനെ വന്നാൽ 100-നേക്കാളും താഴെ ആയിരിക്കും വാല്യൂ. ഓക്കെ, അത് ഡിക്രീസ് ആയിരിക്കും വാല്യൂ. എക്സാമ്പിൾ നോക്കാം. 100, അതായത് ഇവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ? 20²/100. അപ്പോൾ എത്രയാ? 400/100. എത്രയാണ് കുറയുന്നത്? 4 ആവും, 96 ആവും. മനസ്സിലായോ? 96 ആകും അത് ഡിക്രീസ് ചെയ്യുമ്പോൾ. നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാ? അതായത് നമ്മൾ ആദ്യം 100 ആണ് ഉണ്ടായത്, 100 ഉണ്ടായതിനെ 20% കൂട്ടി, അപ്പോൾ എത്രയാണ്? 120 ആയി. ഇനി ഇതിന്ന് 20% കുറയ്ക്കുന്നു, അപ്പോൾ 120ൻ്റെ 20% എത്രയാണ്? 120ൻ്റെ 20 12 12 24, 24 കുറഞ്ഞു, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 96 കിട്ടി. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങൾ ഈ സക്സസ് ഇക്വേഷൻ ആലോചിച്ചാൽ മതി. എന്താണ്? x²/100% ആണ് കുറയുന്നത്. മനസ്സിലായോ? അതായത് 20% കൂട്ടിയിട്ട് 20% കുറക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് 4% ലോസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും പക്കയല്ലേ? ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇവിടെ എന്താ, നമ്മുടെ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എന്താ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതാ ഈ ഇക്വേഷൻ നോക്കാം. 20% നമ്മൾ കൂട്ടി, പിന്നെ 20% കുറച്ചു, അതാണ് മൈനസ് ഇട്ടത്. അപ്പം ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ നമ്മൾ ഇവിടെ എന്താ, ഇവിടെ മൈനസ് ഇടും, എന്നിട്ട് 20 × 20/100 എന്ന് ചെയ്യും. അപ്പോൾ ഇതും ക്യാൻസലായി. ബാക്കി എത്രയാ? 400/100, ദാറ്റ് ഈസ് -4%. അപ്പം 4% കുറവായിരിക്കും. അതായത്
100 ഉണ്ടായതിൽ 20% കൂട്ടിയിട്ട് 20% കുറയ്ക്കുമ്പോൾ നമുക്ക് 4% ലോസ് ആയിരിക്കും. അതിലുള്ള ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ ഈ കാര്യം കൂടി പഠിച്ചു വെക്കണം. ഈ ഫ്രാക്ഷനും അതുപോലെ അതിൻ്റെ പെർസെൻറ്റേജും കറസ്പോണ്ട് ആയിട്ടുള്ള പെർസെൻറ്റേജും അത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഇപ്പോൾ 50% കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാൻ. എന്താണ് 500ൻ്റെ 50% എത്രയാണ്? 500ൻ്റെ 50% എത്രയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതണ്ടേ? 500 ഇൻറ്റു, അതായത് ഈ പെർസെൻറ്റേജ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവെന്താ 50%. അങ്ങനെ പറഞ്ഞാൽ 50/100. അതെല്ലാവർക്കും അറിയാമല്ലോ. 50% എന്ന് പറഞ്ഞാൽ 50/100. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 1/2 യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങളോട് 500ൻ്റെ 50% എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 500 ഇൻറ്റു 50% പകരം 1/2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 250 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം. ക്ലിയർ? അപ്പം ഈ 50% കാണാൻ എല്ലാവർക്കും ഈസി ആയിരിക്കാം. പക്ഷെ നിങ്ങളോട് ചോദിച്ചു 600ൻ്റെ 33.33% എത്രയാണ്? 600ൻ്റെ 33.33% എത്രയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 600 ഇൻറ്റു 33.33നെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം 1/3 എന്ന്. ഇനി ഇത് കട്ട് ചെയ്യാമല്ലോ. എത്രയാ? 200 എന്ന് കിട്ടും. ക്ലിയർ? ഇത് ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇനിയോ 25% ആണ് 1/4 ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇനിയോ നിങ്ങളുടെ 66.67% കാണാൻ, അതായത് ഒരു നമ്പറിൻ്റെ 66.67, നമ്മൾ 600ൻ്റെ തന്നെ ആയിക്കോട്ടെ, 600ൻ്റെ 66.67 എങ്ങനെ കാണും? അതായത് അപ്പോൾ നിങ്ങൾ ഈ വാല്യൂ പഠിച്ചു വെക്കാം. എന്താ? 2/3 ആണ് 66.67. 1/3 ഇതാണ്, 2/3 ഇതാണ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻറ്റു 2/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. 400 ആണ് 600ൻ്റെ 66.63. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണാൻ അതുപോലെ ഈ ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു നമ്പറിൻ്റെ 12.5% എത്രയാണ്? അപ്പോൾ നമ്മൾ ആ നമ്പറിനെ 1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 40% കാണാൻ നിങ്ങൾ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കിയാൽ 1/5 എത്രയാണ്? 20. ആ കാര്യം കൂടി നോക്കാം. 1/5 ആണ് 20%. ഇനി ഈ 20നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടില്ലേ? അപ്പോൾ ഇതിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/5 എന്ന് കിട്ടും. ഇനി 60 കിട്ടാൻ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 60 കിട്ടി. അപ്പോൾ ഇതിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്രയാ? 3/5 എന്ന് കിട്ടും. അപ്പോൾ 60% കാണുന്നതിന് പകരം 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് ടേബിൾ. നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തായിരിക്കും. ക്ലിയർ അല്ലേ? പക്കയല്ലേ? അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 10% പെർ ആനം. ഓക്കെ? ഓരോ വർഷവും 10% ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ്സ് പോപ്പുലേഷൻ 2 years ago വാസ് 10,000, ദ പ്രസൻറ്റ് പോപ്പുലേഷൻ ഈസ്, അതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് 120ൻ്റെ 10% എങ്ങനെ കണ്ടുപിടിക്കും? 120ൻ്റെ 10% നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്യാം? 120ൻ്റെ 10% ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 0 മാറ്റിയാൽ മതി. ഈ 0 മാറ്റിയാൽ മതി. അപ്പോൾ 12 ആണ് 120ൻ്റെ 10%. ഇനി 120ൻ്റെ 1% എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇവിടുന്ന് 2 പ്ലേസ് മാറ്റുക. ഓക്കെ? 2 പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 1.2 ആണ് 120ൻ്റെ 1%. അപ്പോൾ 120ൻ്റെ 2% എന്താണ്? ഇതിനോട് കൂടെ ഇൻറ്റു 2 ചെയ്താൽ പോരെ? 4 കിട്ടും, 2.4 കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു 120ൻ്റെ 30% എത്രയാണ്? 120ൻ്റെ 30% എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യുക? 12 ഇൻറ്റു 3 ചെയ്താൽ പോരെ? 6, 3, 36 ആണ് 120ൻ്റെ 30%. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ഈ ഒരു പോയിന്റ് മാറ്റി പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് 12 കിട്ടി, 10%. പിന്നെ നമുക്ക് 20% കാണാം, 30% കാണാം. എങ്ങനെയാണ്? ഇൻറ്റു 2 ചെയ്താൽ മതി, 3 ചെയ്താൽ മതി. ക്ലിയർ? അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ പോപ്പുലേഷൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇറ്റ്സ് പോപ്പുലേഷൻ 2 years ago, 2 വർഷം മുമ്പ് എത്രയാണ്? 10,000 ആണ്. അതിൻ്റെ പ്രസൻറ്റ് പോപ്പുലേഷൻ ഇത്. അപ്പോൾ ഇപ്പോഴത്തെ പോപ്പുലേഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ്? നമ്മുടെ ഇങ്ങനെ എഴുതാം. 10,000 ഇൻറ്റു 1 പ്ലസ് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയ? 10/100. ഇനി എത്ര വർഷമാണ്? 2 വർഷം. 100 സ്ക്വയർ. സോ എന്താ? 10/100 അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? അതായത് 10,000 ഇൻറ്റു 1 പ്ലസ് ഈ 0 ക്യാൻസൽ ആയി 10 11/10 ഇൻറ്റു 11/10 കിട്ടും.
അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12100 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട, നമുക്കൊന്ന് നോക്കാം. എന്താ 2 വർഷം മുമ്പത്തെ പെർസെൻറ്റേജ് എത്രയാണ്? 10,000. ഓക്കെ, 2 വർഷം മുമ്പത്തെ പെർസെൻറ്റേജ് 10,000. ഇനെന്താ ഓരോ വർഷം 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വർഷം 10% ഇൻക്രീസ്, 10,000ന്റെ 10% ഞാൻ പറഞ്ഞല്ലോ എന്താണ്, ഒരു പോയിന്റ് മാറ്റുക, ബാക്കിയുള്ള പ്ലേസിലുള്ള വാല്യൂസ് എത്രയാണ്? അപ്പോൾ 1000 ആണ് അടുത്ത വർഷമാകുമ്പോൾ ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ഒന്നാമത്തെ വർഷം എത്രയായിരിക്കും? 11,000 ആയിരിക്കും അടുത്ത വർഷമാകുമ്പോഴുള്ള പോപ്പുലേഷൻ. ഇനിയോ അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും 10% കൂടില്ലേ? അപ്പോൾ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഇതാണ്. ഇനി അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും 10%. അപ്പോൾ ഇതിൻ്റെ 10% എത്രയാണ്? ഒരു പ്ലേസ് മാറ്റി 0 മാറ്റുക, പോയിന്റ് ഇടുക. ബാക്കി എത്രയാണ്? 1100 ഇപ്പോഴത്തെ 10%. അത് ആഡ് ചെയ്യുക ഇതിൻ്റെ കൂടെ 0.0121. അപ്പോൾ ഇതാണ് 2 വർഷം കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ. ക്ലിയർ അല്ലേ? നമ്മൾ ഇത്രയൊക്കെ ചെയ്യേണ്ട, സ്ക്വയറും ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. എല്ലാ കാൽക്കുലേഷനും നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ പെർസെൻറ്റേജ് ചെയ്യാം. നിങ്ങൾ ഈ ബേസിക് കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്താണ് 10 എന്ന് പറയുന്നത്? ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടാൽ നമുക്ക് 10 കാണാം. അതുപോലെ 1 എന്ന് പറയുന്നത് 2 പ്ലേസ് മാറ്റിയാൽ നമുക്ക് 1% എത്രയാണെന്ന് കാണാം. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. 12,100 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ജാക്ക് ഒബ്റ്റൈൻഡ് 45% mark in test and failed by 80 marks. If he obtained 65 marks, he would have got 6 marks more than minimum mark required to pass the test. How much were the maximum mark one could obtain in the test? Okay, maximum mark എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ബേസിക് ഇക്വേഷൻ ആക്കി മാറ്റാം. എങ്ങനെയാണ്? ഒരു നമ്പറിൻ്റെ ഒരാൾ 45% മാർക്ക് വാങ്ങി, പക്ഷേ അയാൾ എത്ര ഫെയിലായി? 18 മാർക്കിന് അയാൾ ഫെയിലായി. അപ്പോൾ ഈ 45%, ഒരു നമ്പറിൻ്റെ 45%, അതിൻ്റെ കൂടെ 18 കൂട്ടിയാൽ നമുക്ക് പാസ് ചെയ്യും. എത്ര മാർക്ക് വേണമെന്ന് അറിയാമല്ലോ, പാസ് ചെയ്യാനുള്ള മാർക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പാസ് ചെയ്യാനുള്ള മാർക്ക് കണ്ടുപിടിച്ചു. ഇതാണ് പാസ് ചെയ്യാനുള്ള മാർക്ക്. ഇനി അടുത്ത എന്താ പറയുന്നത്? ഇഫ് 65% മാർക്ക് അയാൾക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ he would have got 6 mark more than minimum mark required to pass. അപ്പോൾ പാസ് എങ്ങനെ കണ്ടുപിടിക്കാം? 65% മാർക്ക് കണ്ടുപിടിച്ചാൽ എത്രയാണ് കൂടുതൽ? 6 മാർക്കാണ് കൂടുതൽ. അപ്പോൾ 65% നമ്മൾ 6 മൈനസ് ചെയ്താൽ നമുക്ക് പാസ് ചെയ്യേണ്ട മാർക്ക് എത്രയാണെന്ന് കിട്ടില്ലേ? കിട്ടും. ആദ്യത്തെ കേസിൽ നമ്മൾ 45ൻ്റെ കൂടെ 18 കൂട്ടിയാൽ പാസ് ചെയ്യേണ്ട മാർക്ക് കിട്ടും. രണ്ടാമത്തെ കേസിൽ 65ൻ്റെ കൂടെ 65% കൂടെ 6 കുറച്ചാൽ നമുക്ക് പാസ് ചെയ്യേണ്ട മാർക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഈക്വൽ ടു 65% മൈനസ് 6. ഇനി നമുക്ക് സിമ്പിളായിട്ട് കാണാമല്ലോ. അതായത് ഈ 2% ഒരു സൈഡിൽ കൊണ്ടുപോകാം, ബാക്കിയുള്ളത് ഒരു സൈഡിൽ കൊണ്ടുപോകാം. 18 + 6 ഈക്വൽ ടു 65 മൈനസ് 45. ഓക്കെ, 65 മൈനസ് 45 അത് എത്രയാണ്? 20% എന്ന് കിട്ടും. ഇനിയോ ഇത് 24 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടേ? ടോട്ടലിന് നമ്മൾ 100% എന്ന് എടുത്തത്. ടോട്ടൽ 100% ആണ്. അതിൽ 45 കിട്ടുമ്പോഴാണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ 20% എത്രയാണെന്ന് കിട്ടി? 20% 24 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ 100% കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാം? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ഇവിടെ 1% ആവും. 1% ഈക്വൽ ടു 24/20. ക്ലിയർ? ഇനി ഇതിനെ 100% ആക്കാൻ × 100 ചെയ്താൽ പോരെ? അപ്പോൾ ഇവിടെ 100%. ഇവിടെ × 100 ചെയ്യുമ്പോൾ ഇവിടെ × 100 ചെയ്യണം. അപ്പോൾ ഈ പ്ലേസിൽ എന്താവും? 24/20 × 100. ക്ലിയർ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 മാർക്കെന്ന് കിട്ടും. സോ ടോട്ടൽ 120ലാണ് എക്സാം നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 8,000. If the men are increased by 8% and women are by 12%. Man increase ചെയ്യുന്നത് എത്ര? 8%. Women 12% ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. The population will be 8,680. Find the number of women in the town. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ എത്രയാണ് പോപ്പുലേഷൻ? 8,680 ആണ്. അപ്പോൾ ഇവരുടെ പോപ്പുലേഷൻ കാണണം. അപ്പോൾ നമുക്ക് മെന്നിനെ എന്തെടുക്കാം? നമ്മൾ മെന്നിനെ എക്സ് ആക്കിയിട്ട്, എക്സ് ടോട്ടൽ മെൻ എത്രയുണ്ടെന്ന് വിചാരിക്കാം? എക്സ് ഉണ്ടെന്ന് വിചാരിക്കാം.
ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ എത്ര 8000 എന്ന് പറഞ്ഞു. അപ്പം മെന്ന് എക്സ് ആണെങ്കിൽ ഫീമെയിൽ എത്രയായിരിക്കും, അതായത് വിമൻ എത്രയായിരിക്കും, 8000 മൈനസ് എക്സ് അല്ലേ, 8000 മൈനസ് എക്സ് ആണ് വിമനെ കിട്ടുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടില്ലേ, 8% ഇൻക്രീസ് ചെയ്തു, മെന്ന് 8% ഇൻക്രീസ് ചെയ്തു, അതായത് മെന്ന് ഇൻറ്റു 8% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, 108% ആയെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 100 ഉള്ളത് 108 ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്പറിൻ്റെ 8% ഇൻക്രീസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും, എക്സ് ഇൻറ്റു 108/100. ഓക്കെ, പ്ലസ് അതും പിന്നെന്താണ്, ഇപ്പോഴത്തെ വിമൻ എത്രയാണ്, 8000 മൈനസ് എക്സ്. ഇതാണ് ഇപ്പോഴത്തെ വിമൻ്റെ നമ്പർ. അവരെത്രയായി, 12% ഇൻക്രീസ് ആയി. അപ്പോൾ 112% ആണ് പുതിയ വിമൻ്റെ നമ്പർ. അപ്പോൾ ഇത്രയും നമ്പർ, ഇത് ടോട്ടൽ മെയിലിൻ്റെ നമ്പറും ഇത് ഫീമെയിലിൻ്റെ നമ്പറും ഇത്രയും കൂട്ടിയാൽ 8650 ആവും. ക്ലിയർ. ഇനി നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എങ്ങനെയാണ്, അതായത് 108x, ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്. അപ്പോൾ ഈ 100നെയും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളിത് ടോട്ടലായി, അതായത് ഇങ്ങനെ 100 ഇവിടെ എടുക്കുന്നു. ക്ലിയർ. ഇനി എന്താ, ന്യൂമറേറ്ററിൽ 108x പ്ലസ് 8000 ഇൻറ്റു 112 മൈനസ് 112x ഈക്വൽ ടു 8680. ക്ലിയർ. ഇനി എന്താണ്, ഇനി ഈ 100നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ബാക്കി ഇവിടെ എന്തുള്ളത്, ഇവിടെ നിന്ന് മൈനസ്, അതായത് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 89600 മൈനസ് 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 8680 ഇൻറ്റു 100. ഇനിയോ, ഇനി 4xൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് ടോട്ടൽ എന്ത് കിട്ടും, ഇത് മൈനസ് ചെയ്യണം, ഇങ്ങോട്ട് വന്നിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ 4xൻ്റെ വാല്യൂ എന്ത് കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ 28000 എന്ന് കിട്ടും. ഇനിയോ, ഇത് ഡിവൈഡ് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. 28000/4 ദാറ്റ് ഈസ് എന്താണ്, 700 എന്ന് കിട്ടും. അപ്പോൾ മെയിലിൻ്റെ എത്രയാണ്, മെയിൽ എത്രയാണ്, 700. അപ്പോൾ നമുക്ക് ഫീമെയിലായി ചോദിച്ചിട്ടില്ലേ, അപ്പോൾ എന്താണ് 7000. അപ്പോൾ ഫീമെയിൽ എത്രയാണ്, 1000 ആയിരിക്കും ഫീമെയിൽ. ടോട്ടൽ 8000 അല്ലേ. അപ്പോൾ മെയിലിൻ്റെ വാല്യൂ നമുക്ക് എത്രയായിട്ട്, മെയിലിൻ്റെ നമ്പർ 7000, അപ്പോൾ ഫീമെയിൽ 1000. സിമ്പിൾ അല്ലേ. ഇതാണ് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്ന് മാത്രം, ബാക്കി സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിമൽ സെക്യൂർഡ് 46% മാർക്ക് ഇൻ എക്സാമിനേഷൻ ആൻഡ് ഫെയിൽഡ് ടു ക്വാളിഫൈ ദ എക്സാം ബൈ 10 marks. ക്ലിയർ. If he secured 82% mark, he would have scored the 8 marks more than what was the minimum qualifying mark. What were the minimum mark one had to score to qualify the exam? ഓക്കെ, അപ്പോൾ പാസ് ചെയ്യേണ്ട മാർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ, ടോട്ടൽ മാർക്കിന് നമുക്ക്, നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനെ എഴുതിക്കോ, ടോട്ടൽ മാർക്കിന് നമുക്ക് 100% എന്ന് എഴുതാം. ഇനി എന്താണ്, 46% ആണ് കിട്ടിയത്. ആ 46% കൂടെ എന്താണ്, 10 മാർക്കും കൂടെ കിട്ടിയാൽ പാസ്സാവും. 46%ൻ്റെ കൂടെ 10 മാർക്ക് കൂടെ കിട്ടിയാൽ അയാൾ പാസ്സാവും. അതുപോലെ ഇഫ് ഹി സെക്യൂർഡ് 82% മാർക്ക്, 52% മാർക്ക് ആണെങ്കിൽ ഹി വുഡ് ഹാവ് സെക്യൂർഡ് മോർ ദാൻ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് 52% സ്കോർ ചെയ്താൽ എന്താണ്, പാസിംഗ് മാർക്കിനേക്കാളും 8 കൂടുതലാണ്. അപ്പോൾ 52ന്ന് 8 കുറച്ചാൽ പാസ് ചെയ്യേണ്ട മാർക്ക് കിട്ടും. ഇനി വാട്ട് ഇസ് ദ മിനിമം ക്വാളിഫൈങ് മാർക്ക്, നമ്മൾ മിനിമം ക്വാളിഫൈങ് മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ. അതെങ്ങനെ കണ്ടുപിടിക്കാം, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാം. 100% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. എന്താണ്, അതായത് ഈ പെർസെൻറ്റേജ് രണ്ടും ഒരു സൈഡിൽ കൊണ്ടുപോകാം, മറ്റേ വാല്യൂസ് ഒരു സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 18 ഈക്വൽ ടു എന്താണ്, മൈനസ് ചെയ്യുമ്പോൾ 6% എന്ന് കിട്ടും. സോ 100% എന്താണ്, 100% ഈക്വൽ ടു 18/6 ഇൻറ്റു 100 ദാറ്റ് ഈസ് 300 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടാം. ഓക്കെ, 300 നമുക്ക് ടോട്ടലായിട്ട് മാർക്ക് കിട്ടാം. ഇനി എന്താ ചോദിച്ചാൽ, ഈ 300 ടോട്ടൽ മാർക്ക്, അതിൻ്റെ 46%, 300ൻ്റെ 46%ക്കാളും 10 കൂടുതലാണ് പാസ് ചെയ്യേണ്ട മാർക്ക്. ക്ലിയർ. 300ൻ്റെ 46%ക്കാളും 10 ഇവിടെ കണ്ടോ, 46% കിട്ടിയാൽ അയാൾ ഫെയിലായി. എത്രയാ, 10 മാർക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ, ടോട്ടൽ മാർക്ക് 300, അതിൻ്റെ 46% കാണാം, അതിൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്ര പാസിംഗ് മാർക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ ആൻസറായി. ഇത് ക്യാൻസലായി. 3 × 46 പ്ലസ് ഇത് 3 × 46 എത്രയാ, 138 പ്ലസ് 10
ദാറ്റ് ഈസ് 148. അപ്പോൾ പാസിംഗ് മാർക്ക് എത്രയാണ്? 148. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. NTPC സ്റ്റേജ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 students appeared for an entrance examination. One of them secured 15 marks more than the other and his marks are 80% of sum of their marks. What are the marks obtained by each of them? അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒരാളുടെ മാർക്ക് അവരുടെ സമ്മിനേക്കാളും 80%, ആ സമ്മിൻ്റെ 80% ആണ് ഒരാളുടെ മാർക്ക്. അപ്പോൾ നമുക്ക് എന്താ ടോട്ടൽ രണ്ടുപേരുടെയും കൂടിയിട്ട് മാർക്കിൻ്റെ സം എന്താണ്? നമുക്ക് 100% ആണെന്ന് എടുക്കാം. 100% ആണെന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഫസ്റ്റത്തെ ആളെ മാർക്ക് എത്രയാണ്? അതായത് ഫസ്റ്റത്തെ ആളെ മാർക്ക് എന്ന് പറയുന്നത് ഇവരുടെ സം എത്രയാണ്? നമ്മൾ രണ്ടുപേരുടെയും കൂട്ടിയിട്ടാണ് 100%. അതിൽ ഒരാളെ മാർക്ക് എന്ന് പറയുന്നത് ഈ സമ്മിൻ്റെ 80%. അപ്പോൾ രണ്ടാമത്തെ ആളത് എത്രയായിരിക്കും? സെക്കൻഡ് ആളത് 20% ആയിരിക്കും. ക്ലിയർ? ഇനി എന്താ പറഞ്ഞിട്ടില്ലേ? അതായത് അവരുടെ ഡിഫറൻസ്, വൺ ഓഫ് ദ സെക്യൂർഡ് 50 മാർക്സ് മോർ ദാൻ അതർ. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് 15 മാർക്കായിരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 15 മാർക്കായിരിക്കും. പക്ഷേ ഇവരുടെ പേഴ്സൻറ്റേജ് ഡിഫറൻസ് എത്രയാണ്? 60%. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം കിട്ടി, 60% ഈക്വൽ ടു 15. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് പെർസെൻറ്റേജ്, സെക്കൻഡ് പെർസെൻറ്റേജ് മാർക്കാണ്. അപ്പോൾ ഫസ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് നമ്മൾ പറഞ്ഞു ഇവിടെ 60% നമുക്ക് 15 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് എത്രയാണ്? 80% ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 80% എങ്ങനെ കാണാം? 80% എന്ന് പറയുന്നത് 15/60 ഇൻറ്റു 80. ഓക്കെ, 80%. അപ്പോൾ ഇത് 4 കിട്ടും, ദാറ്റ് ഈസ് 20 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ആളതോ അത് 20% ആണ്. നമ്മളിവിടെ കണ്ടില്ലേ 20%. അപ്പോൾ 15/60 ഇൻറ്റു 20 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. അപ്പോൾ 20 ഒരാളെ മാർക്കും, രണ്ടാമത്തെ ആൾ 5. അപ്പോൾ 20ഉം 5ഉം എവിടെ കിട്ടും? ഇതാ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ എ മാത്തമാറ്റിക്സ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് വാസ് 70. The average mark obtained by the boys is 20% more than the average obtained by the girls. If the ratio of the number of boys to that of girl ratio ആണ് 3:2, then the average mark obtained by the girl is. അപ്പോൾ ഗേളിൻ്റെ ആവറേജ് മാർക്കാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ബോയ്സ് ഗേൾസ് റേഷ്യോ വന്നിട്ടുണ്ട് എത്രയാണ്? 3ഉം 2ഉം. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് ഇവരെ സം ഓഫ് ടോട്ടൽ മാർക്ക് കാണാം. സം ഓഫ് ടോട്ടൽ മാർക്ക് എന്താണ് ഇവിടെ പറഞ്ഞാൽ? ആവറേജ് മാർക്ക് എത്രയാണ്? 70 എന്ന് തന്നിട്ടുണ്ട്. ഇവരെ ടോട്ടൽ എത്രയാണ്? ഇത് നമുക്ക് 3x, അതായത് ബോയ്സ് 3x ഉണ്ട്, ഗേൾസ് 2x ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 5x ആണ് ഉള്ളത്. അപ്പോൾ സം ഓഫ് ടോട്ടൽ മാർക്ക്, അതായത് ഈ 5x ആൾക്കാരുടെ ആവറേജ് 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. 5x ആൾക്കാരുടെ ആവറേജ് 70 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ സമ്മ് കാണാമല്ലോ. എങ്ങനെയാണ്? 70 ഇൻറ്റു 5x ചെയ്താൽ നമുക്ക് ടോട്ടൽ സമ്മ് കാണാം. എത്രയാണ് ഇത് കിട്ടുക? 350x കിട്ടും. ഇതാണ് ടോട്ടൽ ഇവരുടെ മാർക്കിൻ്റെ സമ്മ്. ക്ലിയർ? ആവറേജ് 70 ആണെന്ന് തന്നു. ആവറേജ് 70 ആണെന്ന് തന്നാൽ നമുക്ക് 5x ആൾക്കാരുണ്ട്, ആവറേജ് 70 ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ അവരുടെ സമ്മ് കാണാമല്ലോ. സമ്മ് 350 ആണെന്ന് കിട്ടും. നമുക്ക് ഇവിടെ ഗേൾസിൻ്റെ ആവറേജ് മാർക്കിന്, അതായത് ഗേൾസിൻ്റെ ആവറേജ് മാർക്കിനെ y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദ ബോയ്സ് ഈസ് 20% മോർ ദാൻ ദ ആവറേജ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദ ഗേൾസ്. അപ്പോൾ ഗേൾസ് നമുക്ക് y എന്ന് എടുത്തു. അപ്പോൾ ബോയ്സിൻ്റെ ആവറേജ് എന്തായിരിക്കും? ബോയ്സിൻ്റെ ആവറേജ് മാർക്ക് എന്തായിരിക്കും? അതായത് ഈ വൈനേക്കാളും ഇപ്പോഴുള്ള അവരുടെ ആവറേജിനേക്കാളും എന്താണ് 20% കൂടുതലാണ്. മനസ്സിലായോ? അതായത് നമുക്ക് ഇങ്ങനെയും പറയാം, 120% ഓഫ് y ആണ് ബോയ്സിൻ്റെ ആവറേജ്. അപ്പോൾ ഇതിനെ ഷോർട്ടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 6/5 y എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ അല്ലേ? ബോയ്സിൻ്റെ ആവറേജ് കിട്ടി, ഗേൾസിൻ്റെ ആവറേജ് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ കണ്ടാൽ മതി. ഇപ്പോൾ ബോയ്സിൻ്റെ ആവറേജ് എത്രയാണ്? ബോയ്സിൻ്റെ ആവറേജ് 6/5 y ആണ് ബോയ്സിൻ്റെ ആവറേജ്. അതിൻ്റെ കൂടെ ബോയ്സിൻ്റെ നമ്പർ എത്രയാണ്? 3x മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ബോയ്സിൻ്റെ സമ്മ് കിട്ടും. പ്ലസ് ഗേൾസിൻ്റെ ആവറേജ് എന്താണ്? ഗേൾസിൻ്റെ ആവറേജ് y ആണ്. ഗേൾസ് എത്ര ഗേൾസ് ഉണ്ട്? 2x ഗേൾസ്. അപ്പോൾ 2x ഗേൾസിൻ്റെ ആവറേജ് y ചേർത്താൽ സമ്മ് കിട്ടും. അപ്പോൾ ഈ രണ്ട് സമ്മും കൂട്ടിയാൽ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ കിട്ടും. ഇത്രയും കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറായി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18xy/5 പ്ലസ് 2xy ഈക്വൽ ടു 350x
ഓക്കെ 18xy. അപ്പോൾ എല്ലാത്തിലും നമുക്ക് എക്സ് കോമൺ ആണ്, ഇവിടെ എല്ലാത്തിലും എക്സ് കോമൺ ആണ്. അപ്പോൾ ഈ എക്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. ക്ലിയർ? ഇനി എന്താ ഉള്ളത്? ഇപ്പോൾ 18/5y പ്ലസ് 2y ഈക്വൽ ടു 350 എന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വൈൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. 18/5 പ്ലസ് 2y ഈക്വൽ ടു 350. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ നമുക്ക്? എങ്ങനെയാ? 18y പ്ലസ് 10 18y പ്ലസ് 10y ഈക്വൽ ടു എന്നിട്ട് 350 ഇൻറ്റു 5 ദാറ്റ് ഈസ് 28y ഈക്വൽ ടു 350 ഇൻറ്റു 5. ഇനിയോ y ഈക്വൽ ടു 350 ഇൻറ്റു 5/28. 28 അല്ലേ? 28 ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 50 25 2 ദാറ്റ് ഈസ് 150 25/2 ദാറ്റ് ഈസ് 62.5. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ സിമ്പിളാണ്. അപ്പോൾ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലാസ് 82% സ്റ്റുഡൻസ് പാസ്ഡ് ആൻഡ് 2% സ്റ്റുഡൻസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ റീഅപ്പിയർ കാറ്റഗറി. ഓക്കെ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് വാസ് ഫെയിൽ ചെയ്തത് എത്രയാ? 592. വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്? അപ്പോൾ എന്താ പാസ് ചെയ്ത സ്റ്റുഡൻസ് എത്രയാണ്? പാസ് ചെയ്തത് എത്രയാണ്? ആദ്യം 82% പാസ് ചെയ്തു, പിന്നെ റീഅപ്പിയർ ചെയ്തിട്ട് അവരും പാസ് ചെയ്തു, അപ്പോൾ പ്ലസ് 2%, ടോട്ടൽ 84% ആണ് പാസ് ചെയ്തത്. ടോട്ടൽ എത്രയാണ്? ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ എത്രയാണ്? 100%. 84% ആണ് പാസ് ചെയ്തത്. അപ്പോൾ ഫെയിൽ ആയത് എത്രയാണ്? ഫെയിൽ ആയത് 16% ആണ് ഫെയിൽ ആയത്. ഓക്കെ, ഈ 16% എന്ന് പറയുന്നതാണ് 592 എന്ന് പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് ഇന്ന് 100% കണ്ടുപിടിച്ചൂടെ? 100%, അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 100%. 592/16 ഇൻറ്റു 100. നമുക്ക് 16 വെച്ച് ഇതിനെ കട്ട് ചെയ്യാം. 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 37 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 3700 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ടോട്ടൽ മാർക്സ്, ടോട്ടൽ എന്താ സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദുർബ ഗോട്ട് 70% mark in examination. He obtained 20 out of 25 mark in another examination. If his total score is 78%, then what were the maximum mark of the first examination? Okay, അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് എക്സാമിനേഷൻ്റെ മാർക്ക്, മാക്സിമം മാർക്ക്, അതായത് അതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ എത്ര മാർക്കാണ് കിട്ടിയത്? അതിൽ ഒബ്റ്റൈൻഡ് മാർക്ക്, അതിനെ നമുക്ക് വൈ എന്ന് വിളിക്കാം. ക്ലിയർ? അതായത് എന്താ ഈ വൈ എന്ന് പറയുന്നത് എത്രയാ? മാക്സിമം മാർക്കിന് 70%. എത്രയാണ് കിട്ടിയത്? 70% ആണ് നമുക്ക് ഇവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ 70% ഓഫ് എക്സ് ആണ് കിട്ടിയത്. ഇനി ഈ വൈൻ്റെ കൂടെ 20 മാർക്ക് കൂട്ടിയാൽ, അതായത് 25 മാർക്ക് എക്സ്ട്രാ ടോട്ടൽ മാർക്കിൽ കൂടുന്നു, അപ്പോൾ 20 മാർക്ക് ഇവരുടെ മാർക്കിൽ കൂടുന്നു. അങ്ങനെ വന്നാൽ പുതിയ പെർസെൻറ്റേജ് എത്രയാണ്? 78% ആവുമെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ 70% ആണ്, ഇനി 78% ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്? വൈൻ്റെ കൂടെ, വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മാർക്ക്, ധ്രുവക്ക് കിട്ടിയത് മാർക്ക് വൈ, അതിൻ്റെ കൂടെ 20 മാർക്ക് കൂട്ടി. പക്ഷേ ടോട്ടൽ മാർക്കിലും കൂടിയിട്ടുണ്ട്. ടോട്ടൽ മാർക്ക് എത്രയാണ്? എക്സ്, അതിൻ്റെ കൂടെ 25 മാർക്ക് കൂടി. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 78%. 78/100% എന്നിട്ട് ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, കാരണം എല്ലാ ടേമും എക്സിൻ്റെ ടേമിലായാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ വൈക്ക് പകരം എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 70/100 എക്സ് പ്ലസ് 20/x പ്ലസ് 25 ഈക്വൽ ടു 78/100. ഈ 0 ക്യാൻസലായി, ബാക്കി എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 7x പ്ലസ് 200 ബൈ എക്സ് പ്ലസ് 25 ഈക്വൽ ടു 78/10. മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? അതായത് ഈ 0 കട്ട് ചെയ്തു, പിന്നെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈ 10നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു 0 ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി എങ്ങനെ സോൾവ് ചെയ്യാം ഇത്? ഇതായത് 7x പ്ലസ് 200. ഇനി ഇങ്ങനെ ക്രോസ് ചെയ്തുകൂടെ നമുക്ക്? ഇതുപോലെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 70x പ്ലസ് 2000 ഈക്വൽ ടു 78x പ്ലസ് 78 ഇൻറ്റു 25 1950.
ക്ലിയർ. ഇനി ഇതൊന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടുക? എക്സ് ഈക്വൽ ടു, അതായത് ഇവിടെ 78 ഉണ്ട്, 70 ഉണ്ട്. സോ 8x ഇത് മൈനസ് ചെയ്യുമ്പോൾ 8x ഈക്വൽ ടു 50, എക്സ് ഈക്വൽ ടു 6.25. ഓക്കെ. അപ്പോൾ മാക്സിമം മാർക്ക് എത്രയാണ്? മാക്സിമം മാർക്ക് 6.25 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത്രയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ സാലറി ഓഫ് ഹരീൻ്റെ സാലറിയാണ്, അതിന് 15% ഡിഡക്റ്റഡ് ആസ് ഹൗസ് റെൻറ്റ്. അതായത് എന്താ, 100% ആണ് സാലറി എന്ന് വിചാരിക്കുക. അതിന് 15% എന്താ ഹൗസ് റെൻറ്റിന് പോയി. ബാക്കി എത്രയുള്ളത്? 85. 20% ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ഈസ് സ്പെൻഡ് ടു ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ 20% ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് 20% കണ്ടുപിടിക്കുക? ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. അപ്പോൾ 85ൻ്റെ 20% 8.5, 8.5 അതായത് 17 എന്ന് കിട്ടും. അപ്പോൾ 85 സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 17 പോയി. ബാക്കി എത്രയാണുള്ളത്? 68. ഓക്കെ, ആദ്യം 15 പോയി, പിന്നെ 17 പോയി. ഇനി എന്താ? ആൻഡ് 10% ഓഫ് ദ റിമൈനിങ് ബാലൻസ്, ഈ ബാലൻസ് ഉള്ളതിൻ്റെ 10%, അതായത് 68ൻ്റെ 10% 6.8. അതെന്തിനു കൊടുത്തു? മെഡിക്കൽ എക്സ്പെൻസിന് കൊടുത്തു. ഫൈനലി ഹീ ഈസ് ലെഫ്റ്റ് വിത്ത്, ബാക്കി എത്രയുള്ളത്? ഇവിടെ 61.2% ആണ് ബാക്കിയുള്ളത്. അപ്പോൾ എമൗണ്ടിൽ പറഞ്ഞാൽ എത്രയാണ്? 42,840 ആണ്. 42,840 ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിൻ്റെ ഇതിൽ പറഞ്ഞാൽ 61.2% ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം? 61.2% ഈക്വൽ ടു 42,840. ഇനി 100% എന്ന് പറഞ്ഞാൽ 42,840 ബൈ 61.2 ഇൻറ്റു 100. ഇനി ഇത് സോൾവ് ചെയ്യാമല്ലോ. ഈ സോൾവ് ചെയ്യാൻ നമുക്ക് ഇവിടുത്തെ ഈ പോയിന്റ് കളയണം. പോയിന്റ് കളയാൽ മേലെയും താഴെയും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് പോയില്ലേ? പോയിന്റ് പോയി. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് പോയി, 10 ചെയ്യണ്ട, ഇവിടെ പോയിന്റ് പോയി. ഓക്കെ, ബാക്കി ഇനി ഇത് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 612 ഇൻറ്റു 7 ചെയ്താൽ എന്ത് കിട്ടും? അതായത് മേലെ 70 കിട്ടും. ഇത് ഫുൾ കട്ട് ചെയ്യുമ്പോൾ 70 കിട്ടും. പിന്നെ ഒരു 0 0 0 0. എത്ര 0? 4 0 കേട്ടോ. കാരണം ഈ 0 ഈ 0 ഈ 0 ഈ 0 4 0, 70,000 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 70,000. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വികാസ് സ്പെൻഡ് 80% ഓഫ് ഹിസ് സാലറി. 80% സാലറി സ്പെൻഡ് ചെയ്തു. ഹിസ് സാലറി ഈസ് ഇൻക്രീസ്ഡ് ബൈ 25% ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 15%. വാട്ട് ഈസ് ദ എക്സ്പെൻഡിച്ചർ പെർസെൻറ്റേജ് ഇൻക്രീസ്ഡ് ഇൻ ഹിസ് സേവിങ്സ്? അതെന്താ? എക്സ്പെൻഡിച്ചർ, അതായത് നമുക്ക് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ്, അതാണ് ഇൻകം. ഓക്കെ, എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ് ഇൻകം. എത്രയാണ് എക്സ്പെൻഡിച്ചർ? 80% ആണ് എക്സ്പെൻഡിച്ചർ. സേവിങ്സ് എത്രയാണ്? ആൻഡ് സാലറി ഈസ് ഇൻക്രീസ്ഡ് ബൈ 25% ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 50%. അതായത് എക്സ്പെൻഡിച്ചർ 80% ആണെങ്കിൽ സേവിങ്സ് എത്രയായിരിക്കും? 20% ആയിരിക്കും. കാരണം എന്താ? ടോട്ടൽ ഇൻകം 100% അല്ലേ? അതിൽ എക്സ്പെൻഡിച്ചർ 80% ആണ്, അപ്പോൾ സേവിങ്സ് 20% ആണ്. ഇനി എന്താ പറഞ്ഞത്? ഇഫ് ദ സാലറി ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, അപ്പോൾ സാലറി 25% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 125 ആയി. 100 ഉണ്ടായത് 125 ആയി. ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 15%. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 15% ആണ് കൂടിയത്. അപ്പോൾ ഇതിൻ്റെ 15% എത്രയാണ്? 10% എന്ന് പറഞ്ഞാൽ 8, 10ൻ്റെ പകുതി അത് 4, സോ 12 ആണ് ഇതിൻ്റെ 15%. അപ്പോൾ എത്രയാണ്? 92 ആയി. മനസ്സിലായോ? 80 എന്നതിൻ്റെ 15% എത്രയാണ്? അതായത് 10% എന്ന് പറയുന്നത് 8 ആണ്, 5% എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി 4 ആണ്. അപ്പോൾ ടോട്ടല് 15% എന്ന് പറയുമ്പോൾ 12 ആണ്. സോ 92 എന്ന് കിട്ടി. അത്രയും ക്ലിയർ അല്ലേ? ഇനി എന്താ ചോദിച്ചിട്ടില്ലേ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സേവിങ്സ്? അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് സേവിങ്സിൽ ഇൻക്രീസ് ആയെന്ന് ചോദിച്ചു. വികാസിൻ്റെ ഇൻകം എത്രയാണ്? 125. 125 92, അതായത് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ നമുക്ക് അയാളുടെ സേവിങ്സ് കിട്ടും. എത്രയാണ്? 33 എന്ന് കിട്ടും. അപ്പോൾ സേവിങ്സ് എത്രയാണ്? സേവിങ്സ് 33 ആണ്. ക്ലിയർ? അപ്പോൾ ചോദിച്ചത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയത്? നേരത്തെ 20 ആണ്, ഇപ്പോൾ 33 ആയി. എത്രയാണ് ഇൻക്രീസ് ആയത്? 13 ആണ് ഇൻക്രീസ് ആയത്. 20 ഉണ്ടായത് 13 ഇൻക്രീസ് ആയി. അപ്പോൾ 20 ഉണ്ടായത് 13 ഇൻക്രീസ് ആയി. അപ്പോൾ 13/20 ഇൻറ്റു 100 എന്ന് എഴുതാം. ഇത് എത്ര കിട്ടും? 65% എന്ന് കിട്ടും. ഓക്കെ, 65% ആണ് സേവിങ്സ് ഇൻക്രീസ് ആയത്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 27.5% ഓഫ് എ നമ്പർ ഈസ് 11. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 27.5% ഓഫ് എ നമ്പർ ഈസ് 11. ദെൻ ദ നമ്പർ ഈസ്, അപ്പോൾ എന്താണ് 100% കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1% ഈക്വൽ ടു 11/27.5. ഇനി 100%, അപ്പോൾ ഈ 1നെ 100 ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100%, അപ്പോൾ ഈ സൈഡിലും 100 മൾട്ടിപ്ലൈ ചെയ്യാം. 1/27.5 ഇൻറ്റു 100. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ. അപ്പോൾ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് മേലെയും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. താഴത്തെ 10 ഈ പോയിന്റ് മാറ്റി. ഇനി ഇത് കട്ട് ചെയ്താൽ മതി. ഇതെങ്ങനെ കട്ട് ചെയ്യാം? നമുക്ക് 11 വെച്ച് കട്ട് ചെയ്യാം. 11 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, 5 കിട്ടും. ഇനിയോ ഇത് 4 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 40 എന്ന ആൻസർ കിട്ടും. ആൻസർ എന്താ? 40 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് 75% ഓഫ് എ നമ്പർ ഈസ് ആഡഡ് ടു 75. എന്താ ചോദിച്ചത്? ഒരു നമ്പറിൻ്റെ 75%. ഒരു നമ്പറിൻ്റെ 75%. അപ്പോൾ 75% ഓഫ് എ നമ്പർ എന്താണ്? 75 ഇൻറ്റു എക്സ് 100/x. ഓക്കെ, ആ നമ്പറിൻ്റെ കൂടെ 75 കൂട്ടിയാൽ എന്ത് കിട്ടും? ആ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? ഇനി എന്താ? 75/100 എന്താ? 3/4 എന്ന് കിട്ടും. 3/4x പ്ലസ് 75 ഈക്വൽ ടു എക്സ്. ഇനി 75 ഈക്വൽ ടു എക്സ് മൈനസ് 3/4x. ഇതെന്ത് കിട്ടും? 1/4x എന്ന് കിട്ടും. ഇനിയോ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? നേരെ ഇങ്ങോട്ട് പോയാൽ 75 ഇൻറ്റു 4 ദാറ്റ് ഈസ് 300 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിളാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ് അതേപോലെ എടുത്ത് എഴുതുക, ഇക്വേഷൻ ഉണ്ടാക്കുക, ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 numbers A and B are less than the third number C by 15% and 32% respectively. By what percentage is the number B less than the number A? Okay, B less than the number A. അതായത് എന്താ? അതായത് നമുക്ക് C എന്നത് 100 ആണെങ്കിൽ A and B are less than, അതായത് 100 ആണ്, C 100 ആണെങ്കിൽ A എത്രയാണ്? A എന്ന് പറയുന്നത് 15% കുറവാണ്. 15% കുറവെന്ന് പറഞ്ഞാൽ 85 ആണ്. 100 ആണെങ്കിൽ 15% കുറവ് 85 ആണ്. ഇനി B 32% കുറവാണ്. അപ്പോൾ എത്രയാണ്? 68 ആണ്. 32% കുറവാകുമ്പോൾ. എന്നിട്ട് എന്താ പറഞ്ഞത്? ബൈ വാട്ട് പെർസെൻറ്റേജ് ഇസ് ദ നമ്പർ B ലെസ് ദാൻ A? B ലെസ് ദാൻ A എത്രയാണെന്ന്. അപ്പോൾ ഇത് എത്രയാണ് കുറവ്? ഇത് എത്രയാണ് കുറവ്? 17ൻ്റെ കുറവുണ്ട്. 17ൻ്റെ കുറവ്. B ലെസ് ദാൻ A, എനെ അപേക്ഷിച്ച് B എത്ര കുറവാണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ A ആണ് ബേസിൽ വെക്കേണ്ടത്. എനെ അപേക്ഷിച്ച് B എത്ര കുറവ്? അപ്പോൾ എയുടെ വാല്യൂ 85. എത്ര കുറവ്? 17 കുറവ് ഇൻറ്റു 100. മനസ്സിലായോ? നമ്പർ B ലെസ് ദാൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് നമ്പർ B ലെസ് ദാൻ A, അതായത് എനേക്കാളും എത്ര കുറവാണ് B എന്നാണ് ചോദിച്ചില്ല. അപ്പോൾ A ആണ് ബേസ്. അപ്പോൾ അത് ഡിനോമിനേറ്ററിൽ വെക്കുക 85. ന്യൂമിനേറ്ററിൽ എത്ര കുറവെന്ന് എടുക്കുക, എന്നിട്ട് ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഇത് ബൈ ഇത് 5 ദാറ്റ് ഈസ് 20% എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 35% ഓഫ് എ നമ്പർ ഈസ് ദ സെയിം ആസ് ദ 30% ഓഫ് അനദർ നമ്പർ. അപ്പം എന്താ? 35% ഓഫ് നമ്പർ എക്സ് എന്ന നമ്പർ അത് 30% ഓഫ് അടുത്തൊരു നമ്പർ വൈ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ്, അതായത് ഇനി ഇതിൻ്റെ റേഷ്യോ കണ്ടാൽ മതി. അതെന്താ? ഇവിടെ എക്സ് ഉണ്ട്, ഈ എക്സിനെ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, വൈ കിട്ടി. ഇവിടെ 30 അതുപോലെ വെക്കുക, 35നെ മറ്റേ സൈഡിൽ കൊണ്ടുപോകാം, ഡിവൈഡ് ബൈ 35 ദാറ്റ് ഈസ് 6/7. ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഇതാ NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ നമ്പർ ഈസ് ഫസ്റ്റ് ഡിക്രീസ്ഡ് ബൈ 20%. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ? ഒരു നമ്പർ 100 ഉണ്ടായ നമ്പർ ഫസ്റ്റ് 80% ആയി. ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ബൈ 15%. ഇത് 15% കൂടി. 15% കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 10% എന്താണ്? 8. 5% എന്താണ്? 4. 15% എന്താണ്? 12. 80ൻ്റെ ആണ്. ഓക്കെ, 12% പിന്നെന്താന്ന് പറഞ്ഞ് എത്ര പെർസെൻറ്റേജ് കൂടി എന്ന് പറഞ്ഞാൽ 15% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 12 കൂടിയിട്ട് 92 ആയി. ഇനി എന്താ? ദ നമ്പർ സോ ഒബ്റ്റൈൻഡ് ഈസ് 64. അപ്പോൾ ഇങ്ങനെ ഒബ്റ്റൈൻഡ് ചെയ്ത നമ്പർ 64 ആണ്. സോറി, 64 ലെസ് ദാൻ ദ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പറിനേക്കാളും 64 കുറവാണ് ഇത്. ക്ലിയർ? അതായത് ഈ 92 വന്നത് ഒറിജിനേക്കാളും 64 കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ആക്ച്വലി എത്ര കുറവാണ്? 8% കുറവാണ്. അപ്പോൾ 8% ഈക്വൽ ടു നമുക്ക് 64 എന്ന് കിട്ടി. പിന്നെന്താ? അപ്പോൾ 100% എന്താണ്? 100% എന്ന് 64/8 ഇൻറ്റു 100 ദാറ്റ് ഈസ് 800 എന്ന് കിട്ടി. മനസ്സിലായോ?
നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ 92 കുറയുന്നത്, 92% കുറഞ്ഞു. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6 അതായത് നമുക്ക് ഫൈനൽ കിട്ടിയ വാല്യൂ 64 കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താ 8% കുറവ്. അതിൻ്റെ വാല്യൂ പറയുമ്പോൾ എത്രയാണ് 64%. അപ്പോൾ 8% ഈക്വൽ ടു 64. അപ്പോൾ 100% ഈക്വൽ ടു 800. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the cost of washing machine is 40% less than the cost of TV. If the cost of washing machine is increased by 18% and that of TV decreased by 10%, then what is the change in total cost of 5 washing machine and 2 TV? ഓക്കെ, എന്താണ് നമുക്കിപ്പോൾ ടി വിൻ്റെ വാല്യൂ നമുക്കൊരു 100 രൂപയാണെന്ന് എടുക്കാം. അതെന്തായി, ടി വിൻ്റെ വാല്യൂ 100 രൂപയാണ്. ടി വിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞത്, ഡിക്രീസ്ഡ് ബൈ 10%. അപ്പോൾ 90ലേക്ക് കുറഞ്ഞു. ക്ലിയർ? ഇനിയോ വാഷിംഗ് മെഷീൻ എന്താണ്, വാഷിംഗ് മെഷീൻ ഈസ് 10% ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ടി വി. അതായത് ടി വിൻ്റെ കോസ്റ്റ് നമ്മൾ എത്രയാണ് 100 എടുത്തു. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ എന്താണ് 40% കുറവാണ്. 100ൻ്റെ 40%, അതായത് 60 വാഷിംഗ് മെഷീൻ്റെ. അപ്പോൾ എന്താണ് വാഷിംഗ് മെഷീൻ അതിൻ്റെ ഇൻക്രീസ് ചെയ്ത് എത്രയാണ്, വാഷിംഗ് മെഷീൻ്റെ പ്രൈസ് 18% ഇൻക്രീസ് ചെയ്തു. 18% പ്ലസ് 18% എത്രയാണ്, 18% ഇൻക്രീസ് ചെയ്ത 10 എന്ന് പറയുന്നത് 6, 8%, 8 എന്ന് പറയുന്നത് 4.8. ക്ലിയർ? അപ്പോൾ 10.8 ഇൻക്രീസ് ആക്കി. അപ്പോൾ പുതിയ വാല്യൂ എത്രയാണ് 70.8. ക്ലിയർ അല്ലേ? പുതിയ വാല്യൂ 70.8 ആണ്. ദെൻ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 5 വാഷിംഗ് മെഷീൻ ആൻഡ് 2 TV? അതായത് 5 വാഷിംഗ് മെഷീനും 2 TVക്കുള്ള ടോട്ടൽ ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ആദ്യം ഇനിഷ്യലി 5 വാഷിംഗ് മെഷീനിലെ വാല്യൂ എത്രയായിരിക്കും, 60 ഉണ്ടായത്. 5 വാഷിംഗ് മെഷീന് 300 ആണ്. ഇനിയോ 2 TVക്ക് ഇനിഷ്യലി എത്രയായിരുന്നു, 100 രൂപയാണ് ഇനിഷ്യലി റേറ്റ്. 2 TVക്ക് ആകുമ്പോൾ 200 ആയി. ക്ലിയർ? നമ്മളിങ്ങനെ ടേബിൾ വരക്കാം. ഇനിയോ ഇപ്പോഴത്തെ വാല്യൂ, ഇപ്പോൾ ടി വിൻ്റെ വാല്യൂ എത്രയാണ്, ഇപ്പോൾ ടി വിക്ക് 90 രൂപയാണ്. അപ്പോൾ ടി വിക്ക് 90 ആണ്, 2 TV ആണ് എടുക്കുന്നത്. 2 TV എടുക്കുമ്പോൾ എത്രയാണ് 150 കിട്ടും. ഇനി 5 വാഷിംഗ് മെഷീൻ എടുക്കുന്നുണ്ട്. 70.8 ഇൻറ്റു 5 ചെയ്താൽ 350 354 എന്ന് കിട്ടും. അപ്പോൾ ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 3 5. ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് 500 എന്ന് കിട്ടും. അപ്പം 34 കൂടുതൽ. അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ എത്ര കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടില്ല. 34 കൂടുതൽ. എത്രയിൽ, 500ൽ 34 കൂടുതൽ. ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 34/5 എത്ര കിട്ടും, 34/5 ചെയ്താൽ നമുക്ക് 6 പോയിന്റ് സംതിങ് കിട്ടും. ക്ലിയർ അല്ലേ? 7 കിട്ടില്ലല്ലോ. 7 എത്രയാണ്, 7 എന്ന് പറയുന്നത് 6 പോയിന്റ് സംതിങ് ആയിട്ടാ. 7 എന്ന് പറയുന്നത് 35 ആവും. അപ്പോൾ 6 പോയിന്റ് സംതിങ്, 6.8 ആ സംതിങ് ഒക്കെ വരും. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ 6.8 ആണ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ ഈസ് ഫസ്റ്റ് ഡിക്രീസ്ഡ് ബൈ 5%. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, ഇക്വേഷൻ എന്താണ്, a + b + a × b / 100. ഇനി മൈനസ് ആയാൽ അതിൻ്റെ പ്ലേസിൽ മൈനസ് കൊടുക്കുക. ഇവിടെ എന്താണ്, ഫസ്റ്റ് ഡിക്രീസ് ആയി, ദെൻ ഇൻക്രീസ് ആയി. വാട്ട് വിൽ ബി ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? അപ്പോൾ എന്താണ്, ആദ്യം ഇക്വേഷൻ നോക്കുക. ആദ്യം മൈനസ് ആയി, പിന്നെ +5. ഇനി ഈ മൂന്നാമത്തെ സൈൻ എന്തായാലും മൈനസ് ആണ്. കാരണം 1 മൈനസും 1 പ്ലസും ആയാൽ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ 5 × 5/100. അപ്പോൾ എത്രയാണ്, ഇതും പോയി. പിന്നെന്താണ് 25 ദാറ്റ് ഈസ് -0.25% എന്ന് കിട്ടും. അതായത് 0.25% ഡിക്രീസ് ആണ് ആവുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. സക്സസീവ് ചേഞ്ചിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒനിയൻ പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 35% ഇൻ ദ ന്യൂ ഗവൺമെന്റ് പോളിസി. എ പേഴ്സൺ ഷുഡ് റെഡ്യൂസ് ഹിസ് കൺസംഷൻ ബൈ വിച്ച് പെർസെൻറ്റേജ് സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ റിമെയിൻസ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ ഓൾഡ് എത്രയാണ്, ഓൾഡ് പ്രൈസ്, പഴയ പ്രൈസ് 100 ആണെന്ന് വിചാരിക്കാം. എന്താണ്, ഇൻക്രീസ്ഡ് ബൈ 35%. പഴയ പ്രൈസ്, ഇത് ഓൾഡ് പ്രൈസ് ആണ്, ഇത് ന്യൂ പ്രൈസ്. ക്ലിയർ? നിങ്ങളിങ്ങനെ ടേബിൾ വരച്ചാൽ മതി, സിമ്പിളാണ്. ഓൾഡ് പ്രൈസ് 100 ആണ്.
അപ്പോൾ പുതിയ പ്രൈസ് എത്രയായി? 35% ഇൻക്രീസ് ആയി. അപ്പോൾ 135 അല്ലേ, 100ന്ന് 35% ഇൻക്രീസ് ആയ 135. പിന്നെന്താ പറയുന്നത്? പേഴ്സൺ എത്രയാണ് കൺസംഷൻ റെഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ 35ഉം അതായത് 100ഉം ഇവിടുത്തെ എമൗണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആയിരിക്കണം, ഇവിടെയും സെയിം ആയിരിക്കണം. നിങ്ങൾ നേരെ ഇതിനെ തിരിച്ചിട്ടാൽ മതി. ഇവിടെ 135 ഇടുക, ഇവിടെ 100 ഇടുക. ഇപ്പം നോക്കിയേ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കൺസംഷൻ 135 ആയിരുന്നു. ആദ്യം പ്രൈസ് 100 ഉണ്ടാകുമ്പോൾ 135 അയാൾ കൺസ്യൂം ചെയ്തത്. ഇനി സെക്കൻഡ് പ്രൈസ് 135 ആകുമ്പോൾ അയാൾ 100ലേക്ക് കുറച്ചു. അതെന്താ? ഈ പ്രൈസും കൺസംഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൈസും കൺസംഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആദ്യത്തെ പ്രൈസ് 100ഉം രണ്ടാമത്തെ പ്രൈസ് 135 ആയാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ കൺസംഷൻ എഴുതേണ്ടത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ഒന്നും ഇതിനാവശ്യമില്ല. ഈ കാര്യം നേരെ തിരിച്ചിട്ടാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനെന്താ ചോദിച്ചത്? എത്ര പെർസെൻറ്റേജ് ആണ് ഡിക്രീസ് ചെയ്യേണ്ടതെന്നുള്ള ചോദിച്ചേ. വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ദ എക്സ്പെൻഡിച്ചർ റിമെയിൻ സെയിം. ഓക്കെ, എത്ര റെഡ്യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു. അതായത് 135 ഉണ്ടായത് 100ലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ്? 35 എത്രയാണ്? 135ൽ 35 റെഡ്യൂസ് ചെയ്യേണ്ടത് ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 5 വെച്ച് ചെയ്യുമ്പോൾ 7 കിട്ടും. ഇവിടെ 5 വെച്ച് ചെയ്യുമ്പോൾ 7 കിട്ടും, 27 കിട്ടും. ഇനി 100/27 എത്ര കിട്ടും? 100 × 3. അപ്പോൾ 27 × 3 എത്രയാണ്? 27 × 3 കിട്ടും ഇൻറ്റു 7. അപ്പോൾ 3.7 കിട്ടും. അപ്പോൾ എറൗണ്ട് എത്ര കിട്ടും? ഒരു 25.9 ഒക്കെ കിട്ടും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൈസും കൺസംഷനും അത് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. ആദ്യത്തെ പ്രൈസ് 100 ആയിരുന്നു, രണ്ടാമത്തെ പ്രൈസ് 135. അപ്പോൾ നേരെ തിരിച്ചിട്ട് നമ്മൾ അതിൻ്റെ കൺസംഷൻ എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂ ടു 25% റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് വീറ്റ് പെർ kg, ജോൺ ഈസ് ഏബിൾ ടു ബൈ 4 kg മോർ ഫോർ എത്ര റുപ്പീസിന്? 600 rupees. വാട്ട് ഈസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ വീറ്റ് പെർ kg? ഓക്കെ, അപ്പോൾ എന്താണ്? 25% ആണ് റെഡ്യൂസ് ആയത്. അപ്പോൾ ആദ്യത്തെ നിങ്ങളിവിടെ നോക്കിയാൽ നമുക്കിതൊരു റേഷ്യോ മെത്തേഡ് ഉണ്ട്. റേഷ്യോ മെത്തേഡിലാണ് നമ്മളത് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണ്? ഇവിടെ 25% ആണ് റെഡ്യൂസ് ആയത്. അതിനെ നമ്മൾ ആദ്യം പഠിച്ചില്ലേ? 25% എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പ്രൈസ് എഴുതാം, അതുപോലെ കൺസംഷൻ എഴുതാം. ഒറിജിനൽ അതായത് ഓൾഡ്, ന്യൂ, നമ്മൾ നേരത്തെ വരച്ച പോലെ ടേബിൾ. ക്ലിയർ? ഇനി നമ്മൾ നോക്കിയാൽ ആദ്യത്തെ പ്രൈസ് എത്രയായിരുന്നു? ആദ്യം 4 പ്രൈസ് ഉണ്ടായത്, പിന്നെ അത് കുറയുന്നാണ് പറഞ്ഞത്. ദ പ്രൈസ് ഓഫ് എത്ര? 25% റിഡക്ഷൻ ഇൻ ദ പ്രൈസ്. ആദ്യം 4 ഉണ്ടായത്, ഇവിടെ നോക്കിയേ 25% ആണ് റെഡ്യൂസ് ആകുന്നത്. അപ്പോൾ നമുക്ക് എന്താ? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണെന്ന് അറിയാം. ക്ലിയർ? ഇനി ഈ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഉണ്ടായത് 1 കുറഞ്ഞിട്ട് 3 ആവുമെന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 4 ഉള്ളത് 1 കുറഞ്ഞിട്ട് 3 ആകും എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 4ന്റെ 25% കുറഞ്ഞാൽ 3 ആകും. ന്യൂ പ്രൈസ് 3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈസിൻ്റെ നേരെ തിരിച്ചിട്ടാൽ കൺസംഷൻ ആവും. അപ്പോൾ എത്രയാണ്? 3ഉം 4ഉം. ഇനെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇവർ തമ്മിലെ അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? ജോൺ ഈസ് ടു ബൈ 5 kg മോർ. അതായത് ഇപ്പം എത്രയാണ്? അവർ കൺസംഷൻ 1 kg മോർ വാങ്ങാൻ പറ്റുന്ന പറഞ്ഞത്. ആദ്യം 3 ആയിരുന്നു വാങ്ങിയത്, 4 ആയിരുന്നു. അപ്പോൾ 5 kg മോർ വാങ്ങാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 kg ആണ്. സോ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 1 kg, 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഒറിജിനൽ കൺസംഷൻ എത്രയായിരിക്കും? 3 × 5, ദാറ്റ് ഈസ് 15 kg ആയിരിക്കും ഒറിജിനലായിട്ട് വാങ്ങിയിട്ടുണ്ടാവുക. ഇനി എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് പറഞ്ഞാൽ 600 രൂപയാണ് എക്സ്പെൻഡിച്ചർ 600 രൂപയാണ്. ഇനി ഒറിജിനൽ പ്രൈസ് എത്രയായിരിക്കും? ഒറിജിനൽ പ്രൈസ് അതായത് നമുക്കിവിടെ എത്ര എമൗണ്ട് വാങ്ങിയെന്ന് പറയാം? എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒറിജിനൽ പ്രൈസ് 600/15 ചെയ്താൽ ഒറിജിനൽ പ്രൈസ് നമുക്ക് 40 ആണെന്ന് കിട്ടും. 600/15 ചെയ്താൽ ഒറിജിനൽ പ്രൈസ് 40 ആണെന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് 1/2 പാർട്ട് ഓഫ് ഹിസ് മണി ഇൻ 5%. എന്താണ് 1/2? അതായത് 1/2 പാർട്ട് 5% ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അടുത്തെന്ന് പറയുന്നത് 1/4 പാർട്ട്
എത്രയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 10% ഇൻവെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ബാക്കി എത്രയുള്ളത്? ബാക്കിയുള്ളത് റെസ്റ്റ് 8% ഇൻവെസ്റ്റ് ചെയ്തു. ക്ലിയർ? നമുക്ക് ടോട്ടൽ എമൗണ്ട് 100x എന്ന് എടുക്കാം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റത്തെ 1/2 പാർട്ട്. അപ്പോൾ ഈ 100xന്റെ 1/2 പാർട്ട് എന്ന് പറയുന്നത് 50x ആയിരിക്കും. അത് 5% ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 2 വർഷത്തേക്ക് എത്രയായിരിക്കും കിട്ടുക? ടോട്ടൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? അതായത് നമ്മളിവിടെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് എത്രയായിരിക്കും കിട്ടുക? അതായത് 50xന് 2 വർഷത്തേക്ക് എത്രയാ? 5/100 ഇൻറ്റു 2 വർഷത്തേക്ക്, അതായത് പെർസെൻറ്റേജ്. ഇത് മനസ്സിലായില്ലേ? 50x അതിൻ്റെ 5% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ 5/100 അത് 2 വർഷത്തേക്ക്, അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 5x എന്ന് കിട്ടും. അതുപോലെ അടുത്ത 1/4 പാർട്ട്. ഇനി 1/4 പാർട്ട് അത് രണ്ടാമത്തത്. 1/4 പാർട്ട് അത് എത്രയാണ്? 1/4 പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 25x ആണ്. ഓക്കെ, അത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടാൽ 25 ഇൻറ്റു 25x ഇൻറ്റു എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ്? 10%. 10/100 ഇൻറ്റു 10/100 ഇൻറ്റു 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര പെർസെൻറ്റേജ് കിട്ടുക? 5% എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ 25 50. ബാക്കി എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്? ഇനി റെസ്റ്റ് എത്രയാണ്? റെസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? റെസ്റ്റ് എത്രയാണ്? ഇവിടെ 25 പോയി, ഇവിടെ 50 പോയി, ബാക്കി ഇനി 25x ആണ് ബാക്കിയുള്ളത്. അത് എത്രയിലേക്കാണ്? 8% ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? അതായത് 25x ഇൻറ്റു 8/100 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 4 ക്യാൻസലായി 4x എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഇൻകം എത്രയാണ് കിട്ടിയത്? ടോട്ടൽ ഇപ്പം നമുക്ക് ടോട്ടലായിട്ട് എത്ര ഇൻകം കിട്ടി? ഇവിടെ ഒരു 5x കിട്ടി, ഇവിടെ ഒരു 5x കിട്ടി, ഇവിടെ ഒരു 4x കിട്ടി. ടോട്ടൽ ഇൻകം ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നമുക്ക് ടോട്ടൽ ഇൻകം 10ഉം 14x ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. ക്ലിയർ? 14x ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് എമൗണ്ട് ആഫ്റ്റർ 2 years ഈസ് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന എന്താ ഇൻട്രസ്റ്റ് ആണ്. 2800 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 14x നമുക്ക് 2800 ആണെന്ന് അറിയാം. ക്ലിയർ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2800/14 അല്ലേ? അത് എത്ര കിട്ടും? 200 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 200 ആണെന്ന് കിട്ടി. ഇനി അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 100x അല്ലേ? 100x എക്സിൻ്റെ വാല്യൂ 200 കിട്ടി. അപ്പോൾ 100 ഇൻറ്റു 200 ആണ് എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഈസ് എന്താ? 20000. ഓക്കെ, 20,000 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡ്രഗ് സൂപ്പർവൈസർ റിജക്റ്റ് 0.05% ഓഫ് മെഡിസിൻ ആസ് ഡിഫക്റ്റീവ് മെഡിസിൻ. ഹൗ മെനി മെഡിസിൻസ് വിൽ ടെസ്റ്റ് ടു റിജക്റ്റ് 4 മെഡിസിൻസ്? അതായത് എന്താ? അയാൾ ടോട്ടൽ 100 ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൽ 0.05% ഡിഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഡിഫക്റ്റ് ഉള്ളത് 4 ആയി കിട്ടാൻ 4 നമ്പർ ഡിഫക്റ്റീവ് ആവണമെങ്കിൽ അയാൾ എത്ര നമ്പർ ടെസ്റ്റ് ചെയ്യണം? അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഇത് സിമ്പിളാണ്. അതെന്താണ്? ഒരു നമ്പറിൻ്റെ 0.05% മനസ്സിലായി? ഇങ്ങനെ എഴുതാൻ അറിയില്ലേ? നിങ്ങൾ പഠിച്ചതല്ലേ? 0.05% എന്ന് പറഞ്ഞാൽ എന്താ? 0.05/100. അപ്പോൾ ഒരു നമ്പറിൻ്റെ 0.05% എന്ന് പറയുന്നതാണ് 4. ക്ലിയർ? അപ്പോൾ എക്സ് എന്തായിരിക്കും? ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. 4 × 100/0.05. ഇതെന്താണ് കിട്ടുക? ക്യാൻസലായി 8 കിട്ടും, 80 കിട്ടും, 8000 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ 8000 ടെസ്റ്റ് ചെയ്താൽ 4 ഡിഫക്റ്റീവായി കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60% ഓഫ് 40% ഓഫ് 32% ഓഫ് ആൻ എമൗണ്ട് ഈസ് ഇത്ര 432. വാട്ട് ഈസ് ദ എമൗണ്ട്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നാൽ സിമ്പിളാണ്. ഒരു എമൗണ്ടിൻ്റെ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു എമൗണ്ടിൻ്റെ അതായത് എക്സ് ഇൻറ്റു 60%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 60/100 എഴുതാം. അതിൻ്റെ ഓഫ് 40%. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 40%. അപ്പോൾ ഇൻറ്റു 40 എഴുതാം. ഓഫ് അപ്പോൾ ഇൻറ്റു 32% എന്ന് പറയുന്നത് 432. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ എങ്ങനെയാ? എക്സ് ഇൻറ്റു 60/100. 60/100 നമുക്ക് 3/5 എന്ന് ആക്കാം.
അതറിയാമല്ലോ. അതിനെ 40/100 അതിനെ 2/5 എന്ന് എഴുതാം. 32/100 8/25 എന്ന് എഴുതാം. കാരണം 400 ഡിവൈഡ് ചെയ്താൽ 8/25. ഇതാണ് നമുക്ക് 432 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ കാണാമല്ലോ. എക്സിൻ്റെ വാല്യൂ എന്താ? അതായത് നമ്മൾ ഇതിനെല്ലാം LCM അതായത് × 5 ചെയ്യുക, × 5 ചെയ്യുക. അപ്പം ന്യൂമറേറ്റർ 5 ചെയ്യുക, 5 ചെയ്യുക. ക്ലിയർ? ഇനി ഇതിനെങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം? x × 60/100 എന്ന് പറഞ്ഞാൽ 3/5. 40/100 എത്രയാണ്? 2/5. അടുത്ത ഇത് നമ്മൾ 4 കൊണ്ട് ചെയ്താൽ 8/25 = 432 എന്ന് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ, അതായത് എക്സ് ഇവിടെ വെക്കുക, ബാക്കി വാല്യൂസ് ഒക്കെ അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? 432/3 × 2 × 8 ചെയ്യുക, × 5 × 25 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 2 6 68. അതായത് ഇത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും, 4 കിട്ടും, പിന്നെ 9 കിട്ടും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 9 × 5 × 5 × 25 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 5 × 5 25. അപ്പോൾ 625 × 9 ദാറ്റ് ഈസ് എന്ത് കിട്ടും? ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 5 2 6 5. ഓക്കെ, 5625 ആണ് എക്സിൻ്റെ വാല്യൂ കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഓഫും പെർസെൻറ്റേജ് ഒക്കെ വന്നാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. സിമ്പിളാണ്. NTPCക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഇൻ മെഷറിംഗ് ദ സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ എറർ ഓഫ് 10% ആൻഡ് 8% ഇൻ എക്സസ് ആർ മേഡ്. ഫൈൻഡ് ദ എറർ പെർസെൻറ്റേജ് ഇൻ ഇറ്റ്സ് ഏരിയ. ഓക്കെ, അപ്പോൾ ഏരിയയിലുണ്ടായ റെക്ടാങ്കിൾ ഇതല്ലേ റെക്ടാങ്കിൾ, അതിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താ? L × B ആണ്. അങ്ങനെ ഇതുപോലെ പ്രൊഡക്റ്റ് വന്ന് അതിൽ നിങ്ങൾക്ക് എറർ ഉണ്ടായാൽ, അതായത് പെർസെൻറ്റേജിൽ എറർ ഉണ്ടായാൽ നിങ്ങൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം? അതായത് ഇവിടെ സക്സസീവ് ചേഞ്ച് ആണ് നിങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതുപോലെ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് അല്ലേ, L × B എന്നല്ലേ വന്നേ. അപ്പോൾ L ലും B ലും ചേഞ്ച് വന്നു, അതായത് 10%ഉം 8% ചേഞ്ച് വന്നു. അപ്പോൾ നമ്മളിവിടെ സക്സസീവ് ചേഞ്ച് ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞല്ലോ. A അതായത് +or - A +or - B +or - A × B/100. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എത്ര പെർസെൻറ്റേജ് ആണ് എറർ വന്നത്? ആദ്യം 10% എറർ വന്നു. അപ്പോൾ നമ്മളിവിടെ 10 എന്ന് എഴുതാം. പിന്നെന്താ? പിന്നെ വീണ്ടും എക്സസാണ് വരുന്നത്. പിന്നെ വീണ്ടും 8%. അപ്പോൾ +8 എന്ന് എഴുതാം. പിന്നെ 10 × 8/100 ദാറ്റ് ഈസ് എന്താ? 18.8. 18.8% ആണ് ടോട്ടൽ ഏരിയയിൽ ചേഞ്ച് വന്നത്. ഇത് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. മനസ്സിലായോ? അതായത് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് എറർ, സക്സസീവ് എറർ എടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ 18.8 ആണ് ആൻസർ. NTPC സ്റ്റേജ് 2 വെച്ച ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. By what percentage does the curved surface area of cylinder decreases if the radius is increased by 10% and the height is decreased by 40%? അപ്പോൾ നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്താണ്? 2πRh ആണ്. അപ്പോൾ ഇതൊക്കെ പ്രൊഡക്റ്റ് അല്ലേ? പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് വന്നാൽ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? ആദ്യം നമ്മൾ 10% ഇൻക്രീസ്ഡ് ഇൻ 10%. അപ്പോൾ എന്താ? 10% എഴുതാം. പിന്നെ ഹൈറ്റ് ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, നമ്മളിവിടെ ഹൈറ്റും മറ്റേതൊന്നും നോക്കണ്ട. ഇത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇൻക്രീസ് ചെയ്ത 10% ആണ്. അപ്പോൾ 10% എഴുതാം. ഡിക്രീസ് ചെയ്ത 40% ആണ്, അത് എഴുതാം. പിന്നെന്താ? രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണ്. അപ്പോൾ മൈനസ് ഇടാം. പിന്നെ 10 × 40 ഇടാം, /100 ഇടാം. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? -30 മൈനസ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4. ദാറ്റ് ഈസ് -34% ആണ്. അപ്പോൾ 34% ആണ് ഡിക്രീസ് ആവുന്നത്. എത്ര ഡിക്രീസ് ആവുന്നതാണ് ചോദിച്ചത്. എത്രയാണ്? 34%. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഡിക്രീസ്ഡ് ബൈ 35%, ദെൻ ഇറ്റ്സ് ഏരിയ ഡിക്രീസസ് ബൈ. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ 2% ഒന്നും ഇല്ല, 1% മാത്രമാണ്. പക്ഷെ നമുക്കറിയാം എന്താ? സർക്കിളിൻ്റെ ഏരിയ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ πr². ഇതാണ് സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ എന്താ? എക്സാമ്പിൾ 100 ഉള്ളത്, അതായത് റേഡിയസ് നമ്മൾ 100 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് എത്രയായി? π × 10,000. ക്ലിയർ? ഇനി ഇത് എത്രയായി? ആദ്യം 100 ഉണ്ടായത്, ഇനി 35% കുറഞ്ഞു. 35% കുറയുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 65 ആയിരിക്കും. അപ്പോൾ എന്താണ്? π × 65 × 65 ദാറ്റ് ഈസ് എന്താ? π ×
4245. ഇനി നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അതായത് ചേഞ്ച് ആദ്യം എത്രയാണ് പൈ ഇൻറ്റു 10,000, സെക്കൻഡ് പൈ ഇൻറ്റു ഇത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. എങ്ങനെയാണ്? പൈ കോമൺ ആയിട്ട് എടുക്കുക, 10,000 മൈനസ് 4225 ബൈ പൈ ഇൻറ്റു 10,000. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് പൈയും പൈയും ക്യാൻസലായി 5772 ബൈ 10,000 ഇൻറ്റു 100. അപ്പോൾ ഇത് എത്ര വരും? ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതും ഇതും ക്യാൻസലായി എന്ത് കിട്ടും? 57.72 എന്ന് കിട്ടും. ക്ലിയർ? 57.72 ആണ് ആൻസർ. അപ്പോൾ 57.72, 57 എത്ര വാല്യൂസ് ഉണ്ട്? 3 വാല്യൂസ് ഉണ്ട്. സോറി 75 അല്ലേ, ഇത് 5 അല്ലേ കേട്ടോ, 75. അപ്പോൾ നമുക്കറിയാം 0.75 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.75 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഓക്കെ, അപ്പോൾ 57 3/4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എലക്ഷൻ 90% ഓഫ് ദോസ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എലക്ഷൻ 90% ഓഫ് ദോസ് എൻടൈറ്റിൽഡ് ടു വോട്ട് കാസ്റ്റ് ദെയർ ബാലറ്റ്, 80% ഓഫ് വോട്ട് കാസ്റ്റ് ആർ ഇൻവാലിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എലക്ഷൻ 90% ഓഫ് ദോസ് എൻടൈറ്റിൽഡ് ടു വോട്ട് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എലക്ഷൻ 90% ഓഫ് ദോസ് ഇലക്റ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എലക്ഷൻ 90% അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എലക്ഷൻ 90% ഓഫ് ദോസ് എൻടൈറ്റിൽഡ് ടു വോട്ട് കാസ്റ്റ് ദെയർ ബാലറ്റ്, 80% വോട്ട് ആർ വാലിഡ്. 80% വാലിഡ് ആണ്. ദ വിന്നർ ഗോട്ട് 60% ഓഫ് ദ വാലിഡ് വോട്ട്. ഓക്കെ, വിന്നറിന് എത്ര കിട്ടിയ? 60%. അപ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലായി? അതായത് ടോട്ടൽ പീപ്പിൾ എത്രയുണ്ട്? അതിൽ നിന്ന് എന്താ 90% ആണ് കാസ്റ്റ് ചെയ്തത്. ഓക്കെ, 90% ആണ് വോട്ട് കാസ്റ്റ് ചെയ്തത്. ഇവർ കാസ്റ്റ് ചെയ്തില്ല, നോട്ട് കാസ്റ്റ്. ആ 90%-ൽ 80% ആണ്. 80% ആൾക്കാർ എന്താണ്? ഈ 90%-ൽ 80% ആൾ നമുക്ക് ആദ്യം ഇങ്ങനെ വരയ്ക്കാം. 90%-ൽ 80% ആൾ വാലിഡ് ആണ്, ഇത് വാലിഡ് അല്ല. പിന്നെന്താണ് അടുത്ത് പറയുന്നത്? അതിൽ വിന്നർ ഗോട്ട് 60%. വിന്നറിന് 60% കിട്ടി, ഇയാൾക്ക് 40% കിട്ടി. പക്ഷേ ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്താലോ? ആദ്യം എങ്ങനെയാണ്? 100% ആണ് ഉള്ളത്. അതിൽ 90%, അതായത് 90% ആണ് എന്താണ്? വാലിഡ് വോട്ട്. ആ 90%-ൽ 80% ആർക്ക് കിട്ടി? 80% ആണ് എന്താണ്? 80% വോട്ടാർ വാലിഡ്. ഓക്കെ, 90% ആണ് വോട്ട് കാസ്റ്റ് ചെയ്തത്. അതിൽ 80% ആണ് വാലിഡ്. അപ്പോൾ 90-ന്റെ 80%, ദാറ്റ് ഈസ് 72% ആണ്. 72% ആണ് വാലിഡ് ആയിട്ടുള്ളത്. അടുത്ത് പറഞ്ഞു അതിന് വിന്നർക്ക് കിട്ടിയത് 60%. അപ്പോൾ 72-ന്റെ 60%, ദാറ്റ് ഈസ് എത്രയാണ്? 43.2. ഓക്കെ, വിന്നർക്ക് കിട്ടിയത് 43.2 ആണ്. അത്രയും ക്ലിയർ അല്ലേ? ഇനി വിന്നർക്ക് 64 ഇത്രയും വോട്ട്, അതായത് 64,800 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. എത്രയാണ് വിന്നർക്ക് കിട്ടിയത്? 64,800 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാം? നമ്മളോട് പറഞ്ഞു നമ്പർ ഓഫ് പീപ്പിൾ എൻടൈറ്റിൽഡ് ടു വോട്ട്, അതായത് വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ് കാണേണ്ടത്. ക്ലിയർ? അപ്പോൾ എത്രയാണ്? 43.2 ആണ്. ഇനി ഇതിന്ന് നമ്മൾ ടോട്ടൽ 100% കണ്ടുപിടിക്കേണ്ടത്. അതെന്താണ്? 64,800 ബൈ 43.2 ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, അപ്പോൾ 43 ഇൻറ്റു 2. അപ്പോൾ ഈ 2 പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് മേലെയും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈ പോയിന്റ് മാറി. അതിന് 432 ഇൻറ്റു എന്താണ്? 432 ഇൻറ്റു 10 ചെയ്ത 10 ചെയ്താൽ എന്താണ്? 4000. 15 ചെയ്താൽ ഇത്രയും കിട്ടും, 6000. ഓക്കെ, ക്ലിയർ? അതായത് 15 ചെയ്താൽ 6450 കിട്ടും. അപ്പം എന്താ? ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. 1.5 ലക്ഷം. ഓക്കെ, 1.5 ലക്ഷം ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. എങ്ങനെയാണ്? ആദ്യം നിങ്ങൾക്ക് എക്സ് ഉണ്ട്, അതിൻ്റെ അതായത് ടോട്ടൽ ആൾക്കാർ എക്സ് ആണ്, അതിൻ്റെ 90% കാസ്റ്റ് ചെയ്തത്. ഇനി ആ കിട്ടിയതിൻ്റെ 80% നമ്മളിവിടെ എഴുതിയില്ലേ, 80% എന്താണ്? വാലിഡ് ആയിട്ടുള്ള വോട്ട്.
ഇനി അതിൻ്റെ ഇപ്പം കിട്ടിയില്ലേ, അതിൻ്റെ 60% വിന്നർക്ക് കിട്ടിയത്. ഇതാണ് എന്ത് പറയുന്നത്, 64,800 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. അതായത് എന്താ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇതൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇൻറ്റു 9 ഇൻറ്റു 4 ഇൻറ്റു 3/10 ഇൻറ്റു 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 64800 എന്ന് കിട്ടും. ഇനി ഇത് ചെയ്താൽ നമുക്ക് 1,50,000 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ഷൻ 90% ഓഫ് ദോസ് ഇലക്റ്റഡ് ടു വോട്ട് കാസ്റ്റ് ദർ ബാലറ്റ് 80% ഓഫ് വോട്ട് ആർ വാലിഡ്. അതെന്താണ്, ടോട്ടൽ ഉള്ളതിൽ, അതായത് ടോട്ടൽ 100 ഉണ്ടെങ്കിൽ അതിൽ 90% ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്തത്. അതിൽ തന്നെ 80% ആൾക്കാരുടെ വോട്ടാണ് വാലിഡ്. അപ്പം 90%-ന്റെ 80% എത്രയാണ്, 72. അത് മനസ്സിലായില്ലേ? ഇവിടെ 10% എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 8 ചെയ്താൽ 72. ഓക്കെ, അപ്പോൾ 72% ആണ് വാലിഡ്. ഇനി വിന്നർക്ക് കിട്ടിയതാണ് അടുത്ത് പറയുന്നത്. വിന്നർക്ക് 60% വോട്ട് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ 72-ന്റെ 60% വോട്ടാണ് വിന്നർക്ക് കിട്ടിയത്. ഇതിൻ്റെ 60% എത്രയാണ്, 43.2 ആണ് 60%. അതാണ് വിന്നർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. വിന്നർ ഗോട്ട് 64,800 വോട്ട്. വിന്നർക്ക് എത്രയാണ്, 64,800 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം പെർസെൻറ്റേജിൽ പറയുമ്പോൾ 43.2. അപ്പോൾ ഇതും 64,800 സെയിം ആണ്. അത്രയും ക്ലിയർ അല്ലേ? നമ്മളോട് ചോദിച്ചു ടോട്ടൽ, നമുക്ക് പറയേണ്ടത് പീപ്പിൾ എൻറ്റൈറ്റിൽഡ് ടു വോട്ട് ചെയ്യാൻ അർഹരായ ആൾക്കാരാണ് ചോദിച്ചില്ല. അപ്പോൾ ടോട്ടലാണ് 100% ആണ് നമ്മൾ കണ്ടത്. അതെങ്ങനെ കാണാം, 64,800 ഡിവൈഡ് ബൈ 43.2 ഇൻറ്റു 100. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് ആൻസറായി. ഈ ഡിനോമിനേറ്ററിൽ 2 വന്നുകൊണ്ട് 0.2 വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മേലെയും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 ക്യാൻസൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ വരും. ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്യുമ്പോൾ 432 × 15 ആണ് 6450. സോ ക്ലിയർ? നമുക്ക് എത്ര കിട്ടും, 1,50,000 ആണ് ടോട്ടൽ ആൻസർ കിട്ടുക. 1,50,000. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡിലും കൂടെ ചെയ്യാം. അതായത് എന്താ, നമ്മൾ ടോട്ടൽ എക്സ് ആൾക്കാരുണ്ട്, അതിൽ 90% വോട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു 90%. ഇനി അതിൽ 80% വാലിഡ് വോട്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇൻറ്റു 80 എന്ന് എഴുതാം. ഇനി അത്രയും വാലിഡ് വോട്ടിൽ 60% എന്ത് വിന്നർക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു 64,800 എന്ന് എഴുതാം. ഇനി ഇതിന്ന് എക്സ് സിംപ്ലിഫൈ ചെയ്താലും മതി. ഓക്കെ, എന്ത് ചെയ്താലും നമുക്ക് 1,50,000 ആണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ഷൻ ദർ വെർ ഓൺലി 2 കാൻഡിഡേറ്റ്. 2 കാൻഡിഡേറ്റ് ആണ്. ദ വിന്നർ കാൻഡിഡേറ്റ് ഗോട്ട് എന്താണ്, വിന്നർ കാൻഡിഡേറ്റിന് എത്രയാണ്, 48% വോട്ട് കിട്ടുക. ആൻഡ് ഹിസ് ഒപ്പോണൻറ്റ് ഗോട്ട് 6,800 വോട്ട് വിച്ച് വാസ് 34%. അപ്പോൾ ഒപ്പോണൻറ്റിന് എത്രയാണ്, 34% കിട്ടി. ആ 34% എന്ന് പറയുന്നത് എത്രയാണ്, 6,800 ആണ്. അത്രയും ക്ലിയർ അല്ലേ? സം ഓഫ് ദ വോട്ട്സ് വെർ ഇൻവാലിഡ്. കുറച്ച് ഇൻവാലിഡ് വോട്ടും ഉണ്ട്. ദ വിന്നിംഗ് മാർജിൻ ഓഫ് ദ കാൻഡിഡേറ്റ് ഹൂ വോൺ ദ ഇലക്ഷൻ ആൻഡ് ദ നമ്പർ ഓഫ് ഇൻവാലിഡ് വോട്ട് റെസ്പെക്റ്റീവ്ലി. എന്താണ് വിന്നിംഗ് മാർജിൻ, അത് എത്ര വോട്ടാണ്, അതുപോലെ ഇൻവാലിഡ് വോട്ട്, അത് രണ്ടുമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ വിന്നറും ഒപ്പോണൻറ്റിനും കിട്ടിയ പേഴ്സൻറ്റേജ് ഇവിടെ ഉണ്ട്. ക്ലിയർ? വിന്നർക്കും ഒപ്പോണൻറ്റിനും കിട്ടിയ പേഴ്സൻറ്റേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ, ടോട്ടൽ കൂട്ടിയാൽ എത്ര കിട്ടും, നമുക്ക് 48-ഉം 34-ഉം കൂട്ടിയാൽ 82 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ടോട്ടൽ വാലിഡ് ആയിട്ടുള്ള വോട്ട്. അപ്പോൾ ഇൻവാലിഡ് വോട്ട് എത്രയായിരിക്കും, 100 - 82 ദാറ്റ് ഈസ് 18 ആയിരിക്കും ഇൻവാലിഡ് വോട്ട്. ഇതാണ് ഇൻവാലിഡ് വോട്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് അതിനു മുമ്പ് വേറൊരു കാര്യം കണ്ടുപിടിക്കാം. ഈ 34 പറയുന്നത് 6,800 ആണ്. 34 എന്ന് പറയുന്നത് 6,800 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്, 2,200 ആയിരിക്കും. ക്ലിയർ? 1 എന്ന് പറയുന്നത് 200 ആയിരിക്കും. അപ്പോൾ ഇവിടെ 18 എന്ന് പറയുന്നത് എന്തായിരിക്കും, 18 × 200 ആയിരിക്കും. 18 × 200 ദാറ്റ് ഈസ് എന്താ, 3,600 ആയിരിക്കും ഇൻവാലിഡ് വോട്ട്. മനസ്സിലായോ? കാരണം എന്താ, ഞാനിവിടെ 1% എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇത് 1% എത്രയാണെന്ന്, 200. ഇവിടെ 18% ആണ് നമുക്ക് ഇൻവാലിഡ് വോട്ട് കിട്ടിയത്. അത് 3,600 ആണെന്ന് കിട്ടി. അതെവിടെയാണ്, ഇതാ ഇവിടെ 3,600 വോട്ട് ഉണ്ട്, ഇവിടെ ഫുള്ള് 3,600, മൂന്നും 3,600 ആണ്. അപ്പോൾ നമുക്ക് ഇനെന്താ കണ്ടുപിടിക്കേണ്ടത്, വിന്നിംഗ് മാർജിൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ, ഇവർ തമ്മിലെ ഡിഫറൻസ് എടുക്കാം. 48-ഉം 36-ഉം തമ്മിലുള്ള ഡിഫറൻസ് 48 - 36 എടുത്താൽ നമുക്ക് 14 എന്ന് കിട്ടും. ഇതാണ് വിന്നിംഗ് മാർജിൻ.
14. അപ്പോൾ എത്രയാണ് 14 × 200 ചെയ്താൽ ടോട്ടൽ കിട്ടും എത്രയാണ് 2800 എന്ന് കിട്ടും. ഇനി 2800ഉം 3600ഉം വരുന്ന കോമ്പിനേഷൻ ഉണ്ടോ? 2800ഉം 3600ഉം വരുന്ന കോമ്പിനേഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് പെർസെൻറ്റേജിൻ്റെ കണക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു, എല്ലാ ഏരിയയും നമ്മൾ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇപ്പം എന്താണ് 120 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10% എത്രയാണ്? അപ്പോൾ നമ്മൾ ഈ പോയിന്റ് കളയാം, 12 ആണ് 10%. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ക്ലിയർ ആണ്. പക്കേ അല്ലേ? അടുത്തത് നമുക്ക് ആവറേജ് നോക്കാം. ആവറേജ്, അപ്പോൾ എന്താണ് ഈ ആവറേജ്? ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ 1 2 3 4 5 ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ടോട്ടൽ സം എത്രയാണ്? ഇത് എല്ലാം കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. ബൈ ഇത് എത്ര എണ്ണം? 5. സോ നമുക്ക് എന്ത് കിട്ടും? 3 ആണ് ഇതിൻ്റെ ആവറേജ് എന്ന് കിട്ടും. അത് മനസ്സിലായില്ലേ? അതാണ് ആവറേജ്. ഇനി വേറൊരു കാര്യം കൂടെ നോക്കാം. ഈ ഇങ്ങനെ എണ്ണൽ സംഖ്യ, അതായത് 1 2 3 4 അതുപോലെ ഓരോ നമ്പർ കൂടി പോകുമ്പോൾ, അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് സെയിം അല്ലേ? അങ്ങനെ വന്നാൽ ആവറേജ് ചോദിച്ചാൽ കറക്റ്റ് നടുക്കുള്ള വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ആവറേജ്. മനസ്സിലായില്ലേ? ഇപ്പം 1 2 3 4 5 6 7 ഇത്രയും നമ്പർ ഉണ്ട്. ഇതിൻ്റെ ആവറേജ് ചോദിച്ചാൽ ഇതിൻ്റെ, കാരണം എന്താ? ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ സെയിം അല്ലേ? എല്ലാ നമ്പറിൻ്റെയും ഇടയിൽ ഓരോ നമ്പറിൽ കൂടുന്ന ഡിഫറൻസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ കറക്റ്റ് നടുവിലുള്ള വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ആവറേജ്. അത് ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇനി ഓരോ നമ്പർ, അതായത് ഒരു കാര്യം കൂടെ നോക്കിക്കോ. ഇനി ഇതിപ്പോൾ ഈവൻ നമ്പർ വരുമ്പോൾ, അതായത് 7 നമ്പർ വരുമ്പോൾ ഇത്ര നിങ്ങൾക്ക് വന്ന കറക്റ്റ് നടുവിൽ വാല്യൂ കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യുന്നു, അപ്പം നിങ്ങൾക്ക് ആവറേജ് എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ 8 കൂടെ ആവറേജ് എന്തായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ ആവറേജ് എന്തായിരിക്കും? നടുവിൽ 2 വാല്യൂ വന്നു. ഈ 2 വാല്യൂ വന്നില്ലേ നടുവിൽ? 4ഉം വന്നു 5ഉം വന്നു. അപ്പം 4ഉം 5ഉം കൂട്ടിയിട്ട്, അതായത് 4 + 5 ചെയ്യുക ബൈ 2 ഇടുക. അപ്പോൾ 9/2 4.5 ആയിരിക്കും ഇപ്പോഴത്തെ ആവറേജ്. ക്ലിയർ അല്ലേ? അത് മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ 7 ഉണ്ടാകുമ്പോൾ, 7 നമ്പർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കി, 7 നമ്പർ ഉണ്ടാകുമ്പോൾ ആവറേജ് 4 ആണ്. ഇനി 8 നമ്പർ ആകുമ്പോൾ 4.5 ആയി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഓരോ നമ്പർ ആഡ് ചെയ്യുമ്പോഴും, അതായത് ഇപ്പം 7 നമ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് 4 ആണ് ആവറേജ്. ഇനി 8 നമ്പർ ആകുമ്പോൾ 4.5 ആയി. അപ്പോൾ ഓരോ നമ്പർ ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എത്രയാണ് കൂടുന്നതെന്ന് നമ്മൾ അറിയണം. അതായത് ഇതിൻ്റെ ഡിഫറൻസ് 1 അല്ലേ? ഡിഫറൻസ് 1 ആണ്. ആ 1/2 ഇട്ടാൽ ഓരോ നമ്പർ കൂടുമ്പോഴും ആവറേജിൽ എന്ത് ചേഞ്ച് വരുന്നു മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ 1/2 0.5 ആണ്. ഇനി നിങ്ങൾ അടുത്തൊരു നമ്പർ ആഡ് ചെയ്ത് നോക്ക്, 9 നമ്പർ. അപ്പം നിങ്ങൾ ആവറേജിൻ്റെ കൂടെ 0.5 കൂടും അല്ലേ? അടുത്ത ആവറേജിൻ്റെ കൂടെ അടുത്ത എന്താണ്? 9 അടുത്ത വരുമ്പോൾ നമ്മുടെ ആവറേജ് എന്താണ്? 5 ആവും. അതായത് എന്താ? 9 നമ്പർ വരുമ്പോൾ ഇനി 5 ആവും, 0.5 കൂടും. ക്ലിയർ അല്ലേ? അത്രയും ക്ലിയർ ആണ്. അതെന്താ? വലിയ സംഖ്യ കൂട്ടുമ്പോഴാണ് 0.5 കൂടുന്നത്. ഇനി ഇപ്പോഴത്താണ് കൂട്ടുന്നതെങ്കിൽ, ചെറിയ സംഖ്യയാണ് കൂട്ടുന്നതെങ്കിൽ 0.5 കുറയും. അത്രയും ക്ലിയർ അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. അതായത് എത്രയാണ് ആകെ തുക ബൈ എണ്ണം. ഇതാണ് ആവറേജിൻ്റെ ഇക്വേഷൻ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ ഈ നമ്പർ ഇതും കൂടെ പഠിച്ചു വെക്കാം. അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ്, n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ ആണെങ്കിൽ എന്താണ്? അതായത് ഇപ്പം എന്താ? 1 2 ഇപ്പം ആദ്യത്തെ 9 നമ്പേഴ്സിൻ്റെ നാച്ചുറൽ നമ്പർ, അതായത് എന്താ? 1 മുതൽ 9 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ്, അതായത് സം എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. അവരുടെ തുക എന്ന് പറയുന്നത് ഇതാണ്, ആവറേജ് എന്ന് പറയുന്നത് ഇതാണ്. n + 1/2. നോക്കാം, 9 നമ്പേഴ്സിൻ്റെ നമ്മൾ നേരത്തെ 9 കണ്ടുപിടിക്കുമ്പോൾ 5 ആണ് ആവറേജ് കിട്ടുന്നത്. ഇവിടെ കിട്ടുമോ നോക്കാം. എന്താണ്? ഇവിടെ 9 ചെയ്യുക +1 10/2 ദാറ്റ് ഈസ് 5. മനസ്സിലായില്ലേ? n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് കാണുന്ന ഇക്വേഷൻ ഇതാണ്. അതുപോലെ n ഈവൻ നമ്പേഴ്സ് നോക്കാം. 2 4 6 8 10. ക്ലിയർ? ഇവിടെ ആവറേജ് എന്താ? ഇവിടെയും നിങ്ങൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ നോക്കും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ 2 ആണ്. ഡിഫറൻസ് ഒക്കെ 2 ആണെങ്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു സെൻട്രലിലുള്ള വാല്യൂ ആയിരിക്കും ആവറേജ്. ക്ലിയർ? സെൻട്രലിലുള്ള വാല്യൂ ആയിരിക്കും ആവറേജ്. അപ്പോൾ ഇവിടെ 6 ആണ്. ഇനി ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. നമ്മൾ ഒരു നമ്പർ ഇതിൻ്റെ കൂടെ കൂട്ടുന്നു, അതായത് 12 എന്ന നമ്പർ ഇതിൻ്റെ കൂടെ കൂട്ടുന്നു. അപ്പോൾ ആവറേജിൽ എന്താ ഡിഫറൻസ് വരും? ആവറേജിൽ ഡിഫറൻസ് വരുന്നത് ഞാൻ പറഞ്ഞു ടോട്ടൽ ഡിഫറൻസ് ബൈ 2 ദാറ്റ് ഈസ് 1. ഇപ്പം ആവറേജിൽ 1 കൂടും. ഇപ്പം
നേരത്തെ ആവറേജ് എത്രയായിരുന്നു 6, പുതിയ ആവറേജ് എത്രയായിരിക്കും 7 ആയിരിക്കും ആവറേജ്. ക്ലിയർ? അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. നമ്മൾ ഇതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇത്. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷനും കിട്ടി. എന്താണ്? ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ. ഇപ്പം എന്താണ് നമ്മളിപ്പോൾ എത്രയാണ് അടുത്ത് 2, 4, 6, 8. ആദ്യത്തെ 4 ഈവൻ നമ്പർ 10 കൂടി ഇരിക്കട്ടെ. ഇതിൻ്റെ ആവറേജ് 6 ആണ്. അപ്പോൾ ആദ്യത്തെ 5 ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താണ്? 5 + 1, അതായത് 6 ആണ് ആവറേജ്. കിട്ടിയില്ലേ? അത് കിട്ടി. ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ, അതായത് എന്താ 1, 3, 5 ഓഡ് നമ്പേഴ്സിൻ്റെ ഇത് 3 ഓഡ് നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ ആവറേജ് എന്താണ്? 3 ആണ്. പിന്നെ 5 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താണ്? 5 ആണ്. അത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? അതായത് നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് ആണെങ്കിൽ n+1/2. ഓക്കെ. ഇനി ഈവൻ നമ്പറിൻ്റെ ആണെങ്കിൽ ആ ഈ ഡിനോമിനേറ്ററിലുള്ള 2 ക്യാൻസലായി, n+1 മാത്രമേ. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ ആ 1 കൂടെ ക്യാൻസലായി, n മാത്രമായി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഫസ്റ്റ് n² നമ്പർ, അതായത് 1², 2² അങ്ങനെ വന്നാൽ ആവറേജ് ഇതാണ്. ഇനി ക്യൂബ് വന്നാൽ ആവറേജ് ഇതാണ്. ഇതും കൂടെ ഒന്നും പഠിച്ചു വെക്കാം. ക്ലിയർ? അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് 5 കൺസിക്യൂട്ടീവ് നമ്പർ ഈസ് 10. ദെൻ വാട്ട് വിൽ ബി ദ മിഡിൽ നമ്പർ? ഓക്കെ, ആവറേജ് 10 ആണ്. അതായത് തുടർച്ചയായിട്ടുള്ള 10 നമ്പറിൻ്റെ ആവറേജ് 10 ആണ്. അപ്പോൾ മിഡിൽ നമ്പർ എത്രയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് കൺസിക്യൂട്ടീവ് നമ്പർ? എന്താ കൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതെന്താ ഇപ്പോൾ 2, 3, 4, 5 ഇതായിരിക്കും കൺസിക്യൂട്ടീവ് നമ്പർ. അതെന്താ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് 1 ആയിരിക്കും. അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞു അതിൻ്റെ സെൻട്രലിലുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞു. സെൻട്രലിൽ ഉള്ള വാല്യൂ ആയിരിക്കും ആവറേജ് എന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, 5 കൺസിക്യൂട്ടീവ് നമ്പറാണ്, ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡിലിൽ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ സെൻട്രലിലുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ ആവറേജ്. അപ്പോൾ ഇവിടെ ചോദിച്ചു 10 ആണ് അതിൻ്റെ ആവറേജ്. സോ അതിൻ്റെ മിഡിൽ ടേം എന്തായിരിക്കും? 10 തന്നെ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് 5 കൺസിക്യൂട്ടീവ് നമ്പർ ഈസ് 100. സോ ഫൈൻഡ് ദ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്പറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് 5 നമ്പർ ഉണ്ട്, അതിലെ 5 കൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ ആവറേജ്. അപ്പോൾ മിഡിൽ ടേം 100 ആയിരിക്കും. കൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 101 ആയിരിക്കും, 102 ആയിരിക്കും, 99 ആയിരിക്കും, 98 ആയിരിക്കും. ഫസ്റ്റ് ടേം 98 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സീക്വൻസ് ഓഫ് 7 കൺസിക്യൂട്ടീവ് നമ്പർ. ഇഫ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പർ ഈസ് സെഡ്, ദെൻ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 3 നമ്പർ. അപ്പോൾ ഇതാണ് നോക്കട്ടെ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 1, 2, 3, 4, 5 ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ ആവറേജ് നമ്മൾ കണ്ടു. എന്താണ്? 15/5, ദാറ്റ് ഈസ് 3 എന്ന് കിട്ടി. ഇനിയോ അടുത്ത ടോട്ടൽ 7 അല്ലേ? 1 to 7 7 നമ്പേഴ്സിൻ്റെ ചോദിച്ചില്ല. ഇനി ലാസ്റ്റത്തെ 3 നമ്പർ 5 + 6 + 7/3. അപ്പം എന്ത് കിട്ടും? നമുക്ക് 18/3 കിട്ടും. ദാറ്റ് ഈസ് 6 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ എന്താണ് ആവറേജിൽ വ്യത്യാസം വന്നത്? Z+3 ആണ് കൂടുതൽ വന്നത്. ക്ലിയർ? Z+3 ആണ് കൂടുതൽ വന്നത്. അപ്പോൾ Z+3 സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദ ആവറേജ് ഓഫ് 3 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് K. ഓക്കെ, 3 കൺസിക്യൂട്ടീവ് 1, 2, 3 അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് K ആണ്. ഇഫ് 2 more കൺസിക്യൂട്ടീവ് നമ്പർ ഈസ് ജസ്റ്റ് നെക്സ്റ്റ് ടു ദ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. അതായത് ഇത് കഴിഞ്ഞിട്ട് വലിയ നമ്പർ ആഡ് ചെയ്യുന്നു, 2 നമ്പർ ആഡ് ചെയ്യുന്നു, ആൻഡ് ആഡഡ് ദ ന്യൂ ആവറേജ് വിൽ ബി ബിക്കം. ഓക്കെ, അതായത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്താണ് ഇപ്പോൾ 3 നമ്പർ ഉണ്ട്, അതിനെ 2 വലിയ നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ആവറേജ് ഓഫ് 3 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് K. ഓക്കെ, K ആണ് ആവറേജ്. ഇഫ് 2 more consecutive number just next to the first set of numbers are added to the new average will become. ഓക്കെ, അപ്പോൾ ന്യൂ ആവറേജ് എന്താണെന്ന് ചോദിച്ചില്ലേ? അതായത് 3 നമ്പർ ഉണ്ട്, അതിൻ്റെ ആവറേജ് നമുക്ക് K ആണെന്ന് അറിയാം. ഇനി 2 നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ് ഡിഫറൻസ് വരുന്നത്. 1 ഡിഫറൻസ് വരുന്ന ഒരു നമ്പർ, വലിയൊരു നമ്പർ ആഡ് ചെയ്താൽ 0.5 ഇൻക്രീസ് ആവും. അപ്പോൾ 2 നമ്പർ ആഡ് ചെയ്താലോ 1 ഇൻക്രീസ് ആവും. ക്ലിയർ? ഇവിടെ എത്ര നമ്പർ ആഡ് ചെയ്തത്? 2 നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ 1 അല്ല ഇൻക്രീസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ആവറേജിൻ്റെ കൂടെ 1 ഇൻക്രീസ് ആവും. അപ്പോൾ K+1 ആയിരിക്കും ആൻസർ. ക്ലിയർ? അത് മനസ്സിലായില്ലേ? അതായത് ഡിഫറൻസ് ബൈ 2 ചെയ്താൽ എത്രയാണ് ഓരോ നമ്പർ വരുമ്പോഴും ഇൻക്രീസ് ആകുന്നത് മനസ്സിലാവും. അപ്പോൾ K+1 ആണ് ഇൻക്രീസ് ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ്
20 മൾട്ടിപ്പിൾ ഓഫ് 8. ഓക്കെ, 20 മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പം എന്താണ്, ആദ്യത്തെ 8 ആണ്, പിന്നെന്താ 16 ആണ്, അങ്ങനെ പോയിട്ട് 20 മൾട്ടിപ്പിൾ, അപ്പോൾ 160 വരെയുള്ള വാല്യൂ ഉണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് സെയിം ആണ്, 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് എന്താ, സമ്മ് ബൈ ടോട്ടൽ നമ്പേഴ്സ്. അപ്പം നമുക്ക് സമ്മ് കാണാൻ എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയാണ്, ഒരു എ പിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു ആദ്യ പദം നമുക്ക് എ എന്ന് വിളിക്കാം, പ്ലസ് ലാസ്റ്റത്തെ പദം, ലാസ്റ്റത്തെ നമ്പർ എൽ എന്ന് വിളിക്കാം. n എത്രയാ, 20 നമ്പറിൻ്റെ ആവറേജാണ് പറഞ്ഞത്. അപ്പോൾ 20/2 ഉണ്ട്. ആദ്യത്തെ ടേം നമുക്കറിയാം 8 ആണ്. അവസാനത്തെ ടേം നമുക്കറിയാമല്ലോ എത്രയാണ്, 60 ആണ്, സോറി 160 ആണ്. അപ്പോൾ 20/2 ഇൻറ്റു 168. ഓക്കെ, അതെന്താണ്, 1680 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ആവറേജ് കാണാൻ 1680/20 ചെയ്താൽ മതി. അപ്പോൾ 84 എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് എന്താണ്, 84 ആണ് ആവറേജ്. ക്ലിയർ, സിമ്പിൾ അല്ലേ, സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീൻ സ്കോർ ഓഫ് ക്ലാസ് എ ഓഫ് 40 സ്റ്റുഡൻസ് ഇൻ ദ മാത്തമാറ്റിക്സ് ടെസ്റ്റ് ഈസ് 30 മാർക്ക്. ഓക്കെ, 30 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീൻ സ്കോർ ഓഫ് ക്ലാസ് എ ഓഫ് 40 സ്റ്റുഡൻസ് ഇൻ ദ മാത്തമാറ്റിക്സ് ടെസ്റ്റ് ഓഫ് 30 മാർക്ക്. അതായത് മാത്തമാറ്റിക്സ് 30-ൽ 23 ആണ് അവരുടെ ആവറേജ്. ദ മീൻ സ്കോർ ഓഫ് ക്ലാസ് ബി 45 സ്റ്റുഡൻസ് ഇൻ ദ സെയിം ടെസ്റ്റ്, അതായത് അതും സെയിം ടെസ്റ്റ് ആണ്, 30-ലാണ് 22 ആണ് അവരുടെ ആവറേജ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ മീൻ സ്കോർ ഓഫ് ബോത്ത് ദ ക്ലാസ് ടു ക്ലാസ് എ, അതായത് ടോട്ടലും ക്ലാസ് എയും തമ്മിലുള്ള ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ, ക്ലാസ് എന്റെ ആവറേജ് എത്രയാണ്, 23 ആണ്. ക്ലാസ് ബിന്റെ ആവറേജ് എത്രയാണ്, 22 ആണ്. അപ്പോൾ ടോട്ടൽ എന്റെ എത്രയാണ്, ടോട്ടൽ എൻ്റെത് 40 സ്റ്റുഡൻസ് ഉണ്ട്, 23 ആണ് ആവറേജ്, ദാറ്റ് ഈസ് 920 ആണ് എന്റെ. ഇനി ബിന്റെ ആണെങ്കിലോ, ടോട്ടൽ ബിന്റെ എത്രയാണ്, ആവറേജ് എത്രയാണ്, 45 സ്റ്റുഡൻസ് ഉണ്ട്, ആവറേജ് 22 ആണ്. ടോട്ടൽ മാർക്ക് എത്രയാണ്, 990 അല്ലേ. ഇനി ഇവരുടെ ടോട്ടൽ, ഇതിന്റെ സമ്മ എത്രയാണ്, ടോട്ടൽ. അപ്പോൾ നമുക്ക് 0.191 1910 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവരുടെ ടോട്ടൽ ആവറേജും പിന്നെന്താ എന്റെ ആവറേജും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 1910 ഇവരുടെ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, 40ഉം 45ഉം 85 ആൾക്കാർ, അതും 23 ആണ് എന്റെ. അതായത് ഇത് ടോട്ടലിന്റെ ആവറേജ്, ഇത് എന്റെ മാത്രം ആവറേജ്. ക്ലിയർ, അത്രയും ക്ലിയർ അല്ലേ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, 5 വെച്ച് ചെയ്യുമ്പോൾ 3, 8, 2, 17, 23. ഇനിയോ ഈ 17നെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 38, 2, 23 ഇൻറ്റു 17, ദാറ്റ് ഈസ് എത്ര കിട്ടും, 391. ഓക്കെ, ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മനസ്സിലായില്ലേ, നമ്മൾ ആദ്യം ടോട്ടൽ കണ്ടുപിടിച്ചു, എന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു, ബിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു, രണ്ടും കൂട്ടിയിട്ട് ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചു. ടോട്ടൽ മാർക്ക് ബൈ ടോട്ടൽ സ്റ്റുഡൻസ് ചെയ്താൽ ടോട്ടൽ ആവറേജ് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ ആവറേജ് കിട്ടി, പിന്നെ ഇത് എന്റെ ആവറേജ് കിട്ടി, എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 5 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ടെസ്റ്റ്. 5 സ്റ്റുഡൻസിന്റെ ആവറേജ് ആണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ, 5 സ്റ്റുഡൻസിന്റെ ആവറേജ് 39.2 ഇൻറ്റു എത്രയാ, 5 സ്റ്റുഡൻസ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, ടോട്ടൽ എത്ര നമുക്ക് കിട്ടും, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 196 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അതായത് 5 ആൾക്കാരുടെ ആവറേജ് ആണ് 39.2 തന്നിട്ടില്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 196 എന്ന് കിട്ടും. ഇനി അടുത്തത് 3 ആൾക്കാരുടെ 3 ഓഫ് നമ്മൾ എത്രയാണ്, 41 എന്ന് പറഞ്ഞു. അപ്പം 41 ഇൻറ്റു 3 ചെയ്താൽ അവരുടെ ടോട്ടൽ കിട്ടും 123 എന്ന് കിട്ടും. പിന്നെന്താ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ റിമൈനിങ് 2. ഇനി 2 ആൾക്കാരുടെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്, ഇത് മൈനസ് ചെയ്താൽ പോരെ. ആദ്യം 5 ആൾക്കാരുടെ കിട്ടി, എന്നിട്ട് അതിൽ 3 ആൾക്കാരുടെ തന്നിട്ടുണ്ട്, ബാക്കി 2 ആൾക്കാരുടെ കാണാൻ നമുക്ക് ഇതിന്ന് മൈനസ് ചെയ്താൽ അവരുടെ ടോട്ടൽ കിട്ടും. അപ്പോൾ 2 ആൾക്കാരുടെ കാണാൻ ഇതിന്ന് മൈനസ് ചെയ്താൽ മതി. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 73 എന്ന് കിട്ടും. എന്നിട്ട് 73/2 ചെയ്താൽ 36.5 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മനസ്സിലായില്ലേ. ആദ്യം നമ്മൾ 5 ആൾക്കാരുടെ ടോട്ടൽ കണ്ടു, അതിലുള്ള 3 ആൾക്കാരുടെ ആവറേജ് വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ ടോട്ടൽ കണ്ടു. അപ്പോൾ 5-ന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് 2 ആൾക്കാരുടെ ടോട്ടൽ കിട്ടും, ബൈ 2 ചെയ്താൽ അവരുടെ ആവറേജ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് 50 സ്റ്റുഡൻസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ബോയ്സും ഗേൾസും 2:3 ആണ്. ദ ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ഈസ് 60 ആൻഡ് ദ ആവറേജ് മാർക്ക് ഓഫ് ഗേൾസ് ഈസ് 70. ബോയ്സിന്റെ 60യും ഗേൾസിന്റെ 70 ആണ്. വാട്ട് ഈസ് ദ ആവറേജ് മാർക്ക് ഓഫ് ദ ഹോൾ ക്ലാസ്.
അതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് 50 സ്റ്റുഡൻസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ബോയ്സിൻ്റെ ഗേൾസിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2:3 ആണ് തന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ഈസ് 60 ആൻഡ് ദ ആവറേജ് മാർക്ക് ഓഫ് ഗേൾസ് 70 തന്നിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 50. ഇവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 2:3. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോയ്സ് എത്രയാണ് ഗേൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ ബോയ്സിൻ്റെ എത്രയാണ് ബോയ്സ് എന്ന് കണ്ടുപിടിക്കാൻ? ടോട്ടൽ 50 ആണ്. അതിൽ ബോയ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ, അതായത് നമുക്ക് 50 ആൾക്കാരെന്ന് പറഞ്ഞു, അവരുടെ റേഷ്യോയും പറഞ്ഞു 2:3. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് നമ്മൾ ആഡ് ചെയ്യാം. 5 കിട്ടും. എന്നിട്ട് 50/5 ചെയ്യാം. അപ്പോൾ ഒരു പാർട്ടിൻ്റെ വാല്യൂ കിട്ടും. ഇനി ബോയ്സിൻ്റെ വേണമെങ്കിൽ × 2 ചെയ്യാം. ഇനി അതല്ല ഗേൾസിൻ്റെ വേണമെങ്കിൽ × 3 ചെയ്യാം. ക്ലിയർ? അപ്പോൾ ബോയ്സിൻ്റെ ചെയ്യുമ്പോൾ ഇവിടെ 20 കിട്ടും. ഇനി ഗേൾസിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. ക്ലിയർ? അപ്പോൾ ബോയ്സിൻ്റെ വാല്യൂ കിട്ടി, ഗേൾസിൻ്റെയും ടോട്ടൽ കിട്ടി. ഇനി ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ഈസ് 60. ബോയ്സിൻ്റെ ആവറേജ് 60 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 60 × 20. അതും നമ്മൾ ആവറേജ് മാർക്ക് ഓഫ് ഗേൾസിൻ്റെ എത്രയാണ്? ഗേൾസിൻ്റെ, അതായത് ഇതിപ്പോൾ ബോയ്സിൻ്റെ ടോട്ടൽ കിട്ടിയില്ലേ, ഇനി ഗേൾസിൻ്റെ ടോട്ടൽ കിട്ടാൻ ഗേൾസിൻ്റെ ആവറേജ് മാർക്ക് 70 ആണ്. ഗേൾസ് എത്രയാണ്? 30 ആണ് ഉള്ളത്. ഡിവൈഡ് ബൈ, അതായത് ഇപ്പോൾ നമുക്ക് ടോട്ടൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കൂടെ ടോട്ടൽ സമ്മ് കിട്ടി. ഇനിയോ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ, അതായത് 50 ചെയ്താൽ നമുക്ക് ഇവരുടെ ടോട്ടൽ ആവറേജ് കിട്ടും. അപ്പോൾ ഇതെത്ര കിട്ടും? 1200 പ്ലസ് 2100 ബൈ 50. ഓക്കെ, 33,000 പോയി 50. സോ ഇത് പോയി 66 എന്ന് കിട്ടും. ആൻസർ 66 ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് 7 സ്റ്റുഡൻസ് ടുക്ക് ആൻ എക്സാമിനേഷൻ. എത്ര പേരാണ്? 7 പേര്. ആഫ്റ്റർ examination, one more student joined the group. After including new student, the average mark is raised. എത്രയാണ്? 2 മാർക്ക് കൂടി ഇൻ കമ്പാരിസൺ വിത്ത് ദ ആവറേജ്, ഇനിഷ്യലി ഉള്ള ആവറേജ് നിന്ന്. ഹൗ മച്ച് മോർ മാർക്ക് ഡിഡ് ദ ന്യൂ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻ? ഓക്കെ, അപ്പോൾ ന്യൂ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 7 സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ അവരുടെ മാർക്ക് എത്രയായിരിക്കും? 7 ആൾക്കാരുടെ എക്സ് ആണെങ്കിൽ ടോട്ടൽ 7x. ഓക്കെ, പുതിയ വന്ന ആളത് നമുക്ക് y എന്ന് വിളിക്കാം. 7 ആൾക്കാരത് എക്സ് ആണ്, പുതിയ വന്ന ആളത് y ആണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ പുതിയ ആവറേജ് എന്തായിരിക്കും? 7 ആൾക്കാരുടെ ടോട്ടൽ എക്സ് ആണ്. അതിൻ്റെ കൂടെ y മാർക്കും കൂടെ കൂട്ടി ബൈ 8 എന്ന് ചെയ്താൽ എന്താകും? നേരത്തെ ആവറേജ് നമ്മൾ പറഞ്ഞു എക്സ് ആണ്, അതിൻ്റെ കൂടെ 2 കൂടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടായിക്കൂടെ? ക്ലിയർ ആയില്ലേ? 7 ആൾക്കാരുടെ ആവറേജ് എക്സ് ആണ്, അപ്പോൾ ടോട്ടൽ 7x ആയിരിക്കും. പിന്നെ വൈയും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് ബൈ 8 ചെയ്താൽ നേരത്തെ ആവറേജിൻ്റെ കൂടെ 2 കൂടും. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. എങ്ങനെയാ? 7x പ്ലസ് വൈ ഈക്വൽ ടു 8x പ്ലസ് 16 എന്ന് കിട്ടും, കാരണം ഇതിങ്ങോട്ട് കൊണ്ടുപോയി. ഇനിയോ അപ്പോൾ y ഈക്വൽ ടു എക്സും എക്സ് വൈ, അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. x പ്ലസ് 16 എന്ന് കിട്ടും. x പ്ലസ് 16. സോ ഹൗ മച്ച് മോർ മാർക്ക് ഡിഡ് ന്യൂ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻഡ്? എത്ര മോർ മാർക്കാണ് ന്യൂ സ്റ്റുഡൻറ്റിന് കിട്ടിയതെന്നാണ് ചോദിച്ചിട്ടില്ല. എത്രയാണ്? 16 ആണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? ഇനി അല്ലാണ്ട് നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ഈ കാൽക്കുലേഷൻ ചെയ്യാം. എങ്ങനെയാണ്? അതായത് നേരത്തെ ആവറേജ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ സ്റ്റുഡൻറ്റ് വരുമ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയാണ്? 8 പേരുണ്ട്. ടോട്ടൽ പുതിയ സ്റ്റുഡൻറ്റ് വരുമ്പോൾ 8 പേരുണ്ട്. ആ 8 പേരുടെ 2 കൂടി, മനസ്സിലായോ? 8 പേരതും 2 കൂടി, അപ്പോൾ ടോട്ടൽ 8 പേരതും 2 കൂടുമ്പോൾ 16 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മൈൻഡിൽ തന്നെ ആ കാൽക്കുലേഷൻ ചെയ്യാം. 8 പേരതും 2 കൂടണമെങ്കിൽ ടോട്ടൽ വന്ന ആൾക്ക് 16 കൂടുതലായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് ആവറേജ് മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ 35 സ്റ്റുഡൻറ്റ് ഈസ് 63. 35 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 63 ആണ്. അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും? 35 × 63 ആണ്. 2205 ആയിരിക്കും കിട്ടുക. ഇഫ് 2 more students whose average is 85.5, അപ്പോൾ 2 ആൾക്കാരും കൂടെ ജോയിൻ ചെയ്തു. എന്താ? അപ്പോൾ അവരുടെ ആവറേജ് എന്താ? 2 മോറിൻ്റെ ആവറേജ് സം എന്തായിരിക്കും? 85.5 × 2. അപ്പോൾ എന്ത് കിട്ടും? 171. ഓക്കെ, ഇപ്പോൾ ഇവരുടെ സമ്മ് 2 സമ്മും കിട്ടി. ഇനി ന്യൂ ആവറേജ്, ന്യൂ ആവറേജാണ് കാണണ്ടേ? ഇത് തമ്മിൽ സമ്മ് കൂട്ടിയാൽ പോരെ? അതായത് 2205 അല്ലേ? 2205 പ്ലസ് 171 ബൈ 37. 35 2 37. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ 2376 ബൈ 37.
ദാറ്റ് ഈസ് 64 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പോൾ അതാ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ചെയ്യാം. എങ്ങനെയാണ്? നേരത്തെ ആവറേജ് 63, പുതിയ രണ്ടാൾക്കാർ അവരുടെ ആവറേജ് 85.5. അപ്പോൾ ഇത് എത്രയാണ് ഡിഫറൻസ് വരുന്നത്? ഇത് എത്രയാണ്? 22.5. രണ്ടാൾ വരുന്നുണ്ട്. രണ്ടാൾ വരുമ്പോൾ ടോട്ടൽ 45 എക്സ്ട്രാ വരും. മനസ്സിലായോ? നേരത്തെ ആവറേജിനേക്കാളും 45 എക്സ്ട്രാ വരും. 45 എക്സ്ട്രാ വരും. ആ 45 എഴുതുക ബൈ ടോട്ടൽ എത്ര ആൾക്കാരാണ്? 37 ആൾക്കാർ. 37 ആൾക്കാരാണ് ടോട്ടൽ ഉള്ളത്. 37 ആൾക്കാർ. അപ്പോൾ 45 ബൈ 37 ചെയ്യുക, 1.2 സംതിങ് കിട്ടും. അപ്പോൾ നേരത്തെ ആവറേജിൻ്റെ കൂടെ ഈ 1.2 കൂട്ടിയാൽ 64.2 എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം. ക്ലിയർ? അടുത്ത ദിവസം നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 14 സ്റ്റുഡൻറ്റ് ഓഫ് എ ക്ലാസ് ഈസ് 20 kg. അപ്പോൾ എത്രയാണ് ടോട്ടൽ? 14 × 20 ചെയ്താൽ ടോട്ടൽ ആവറേജ് 150 kg എന്ന് കിട്ടും. If a student leave the class and average weight of the class dropped by 2 kg, അതായത് ഒരാൾ പുറത്തു പോകുമ്പോൾ 2 kg കുറവ് വരും. അപ്പോൾ എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോഴത്തെ ടോട്ടൽ ആവറേജ് എന്താ? ടോട്ടൽ ഇത് എത്രയാണ്? 250. അതിൽ നിന്ന് ഒരാൾ പോയിട്ട് ഡിവൈഡ് ബൈ എത്രയാണ്? നേരത്തെ 14, ഇപ്പോൾ 13. അപ്പോൾ പുതിയ ആവറേജ് 18 ആണ്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി 18 × 13, ദാറ്റ് ഈസ് 234. ഇനി എക്സ് ഈക്വൽ ടു ഡിഫറൻസ് 46 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇത് മൈൻഡിൽ എങ്ങനെ ചെയ്യാം? മൈൻഡിൽ ചെയ്യുന്നത് നോക്കിക്കോ. അതായത് ആദ്യത്തെ ആവറേജ് 20 kg ആണ്. ഇനി ഒരാൾ പോയി. അപ്പോൾ അയാൾ പോകുമ്പോൾ അയാളുടെ ആവറേജ് ഉള്ള വാല്യൂ കൊണ്ടുപോയി 20 കൊണ്ടുപോയി, കൂടാണ്ട് ബാക്കിയുള്ള 13 ആൾക്കാരുടെയും 2 കൊണ്ടുപോയി. 20 കൊണ്ടുപോയി, അതായത് അയാളുടെ ആവറേജ് കൊണ്ടുപോയി, ബാക്കിയുള്ള ആൾക്കാരുടെയും 2 കൊണ്ടുപോയി. 13 ആൾക്കാരുടെയും 2 കൊണ്ടുപോയി. 13 ആൾക്കാരുടെ 2 കൊണ്ടുപോയാൽ 13 × 2 26. സോ ടോട്ടൽ 46 ആണ് അയാളുടെ ഇത്. അങ്ങനെയും ചെയ്യാം സിമ്പിളായിട്ട്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 45 kg. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ അതിൻ്റെ ആവറേജ് എത്രയാണ്? 45 kg. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിലെ നമ്പർ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ അവരുടെ ടോട്ടൽ എത്രയായിരിക്കും? എക്സ് × 45. 45 ആവറേജ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? എക്സ് × 45. 45 എക്സ് ആണ് അവരുടെ ടോട്ടൽ വെയിറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം 45 എക്സ്. ഇനി എന്താ പറഞ്ഞത്? ഇഫ് 10 ചിൽഡ്രൻ ഓഫ് ആവറേജ് 42 ആവറേജ് ഉള്ള 10 ആൾക്കാർ പുറത്തു പോകുന്നു. അപ്പോൾ 420 kg പുറത്തു പോയി. ഇനിയോ ആൻഡ് ദ ഗ്രൂപ്പ് ഓഫ് 2 ചിൽഡ്രൻ ഓഫ് ആവറേജ് വെയിറ്റ് 55, അതായത് 55 kg ഉള്ള 2 ആൾ ജോയിൻ ചെയ്തു. അപ്പോൾ എത്രയാണ്? 110 kg അകത്തേക്ക് വരുന്നു. ഇത്രയും വന്നില്ലേ? ജോയിൻ ദ ഗ്രൂപ്പ്. ദെൻ ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ ഗ്രൂപ്പ് ഇൻക്രീസ്ഡ് ബൈ 1/4. ഓക്കെ, 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്താണ്? 5/4 ആണ് ഇതിൻ്റെ മീൻ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ആവറേജ് എത്രയാണ്? നേരത്തെ ആവറേജ് 45 ആണ്. 45ൻ്റെ കൂടെ ഇത് കൂട്ടി, ഇതാണ് പുതിയ ആവറേജ്. ക്ലിയർ? പുതിയ ആവറേജ് ഇതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ പോയാൽ പുതിയ ആവറേജ് ഇതാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ സമ്മ് കാണാൻ എത്ര ആൾക്കാരുണ്ട്? എക്സ് - 8 ആണ്. 10 ആൾക്കാർ പോയിട്ട് 2 ആൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എക്സ് - 8 ആണ് പുതിയ ടോട്ടൽ നമ്പർ. അപ്പോൾ ഇതാണ് ഇവരുടെ ആവറേജ്. എന്താ? എക്സ് - 8 × 45 + 5/4. മനസ്സിലായോ? 5/4 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയത്. നേരത്തെ ആവറേജ് 45. എക്സ് - 8 എന്ന് പറയുന്നത് 10 ആൾക്കാർ പോയിട്ട് 2 ആൾ വന്നു. അപ്പോൾ ടോട്ടൽ 8 ആൾക്കാർ പോയി എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഇത്രയും നമുക്ക് നോക്കാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതായത് എക്സ് - 8 പിന്നെ 185/4 കിട്ടും. ഇനി ഈ 4 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 × 45, അപ്പോൾ എന്ത് കിട്ടും? 180x എന്ന് കിട്ടും. മൈനസ് ഇത് രണ്ടും മൈനസ് ചെയ്യാം. അപ്പോൾ -310 × 4 1240 എന്ന് കിട്ടും. ഈക്വൽ ടു ഇവിടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 185x - 1480. ക്ലിയർ? ഇനി ഇതിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അവിടെ 5, അപ്പോൾ -5x ഈക്വൽ ടു -240. അപ്പോൾ എക്സ് ഈക്വൽ ടു 48 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 48 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ
ദ ആവറേജ് വെയിറ്റ് ഓഫ് PQR ഈസ് 58. ഓക്കെ, ആവറേജ് വെയിറ്റ് ഓഫ് PQR. അപ്പോൾ ഇതിൻ്റെ സം എത്രയായിരിക്കും? അതായത് P പ്ലസ് Q പ്ലസ് R, ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 58 × 3 ആണ് ഇവരുടെ 3 പേരുടെയും സമ്മ്. എത്ര കിട്ടും? 174 kg എന്ന് കിട്ടും. ആവറേജ് വെയിറ്റ് ഓഫ് P ആൻഡ് Q, അപ്പോൾ പിയും ക്യൂവും ആവറേജ് എത്രയാണ്? 54. അപ്പോൾ 54 × 2 ചെയ്താൽ സമ്മ് കിട്ടും 108 എന്ന് കിട്ടും. അടുത്തത് Q ആൻഡ് R ഈസ്, അതായത് ക്യൂവിൻ്റെയും Q പ്ലസ് R എത്ര കിട്ടും? 48 ആണ്. അപ്പോൾ അവരുടെ സം എത്രയാണ്? 96 ആണ്. ഇത്രയും കിട്ടിയില്ലേ? ഇനി ദെൻ വെയിറ്റ് ഓഫ് ക്യൂവിൻ്റെ വെയിറ്റാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതും ആഡ് ചെയ്താൽ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? P പ്ലസ് 2Q പ്ലസ്, അതായത് ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നത്. 2Q പ്ലസ് R ഈക്വൽ ടു നമ്മളിത് ചെയ്യുമ്പോൾ 204 എന്ന് കിട്ടും, kg എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഇതിന്ന് നമ്മൾ ഇത് മൈനസ് ചെയ്താലോ? ഇവിടെ എന്താ ഉള്ളത്? PQR, അതായത് ഇവിടുന്ന് P പ്ലസ് Q പ്ലസ് R ഇത് മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്താൽ ഇവിടെ എന്താ? ഇതും ക്യാൻസലായി. ഇവിടെ ഒരു Q മാത്രം വരും, 174. ഒരു Q മാത്രം വരും. എത്ര കിട്ടും? 30 kg എന്ന് കിട്ടും. ഓപ്ഷൻ സിമ്പിൾ അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദ ക്യാപ്റ്റൻ ഓഫ് എ ക്രിക്കറ്റ് ടീം ഓഫ് 11 മെമ്പർ ഈസ് 35 ഇയർ ഓൾഡ്. 35 ഇയർ ഓൾഡ് ആണ് ക്യാപ്റ്റൻ്റെ വയസ്സ്. അതുപോലെ വിക്കറ്റ് കീപ്പറിൻ്റെ വയസ്സ് ക്യാപ്റ്റനേക്കാളും 5 കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ഏജസ് ഓഫ് ദീസ് 2 ആർ എക്സ്ക്ലൂഡഡ്, ഇവർ രണ്ടാളും മാറ്റിയാൽ ദ ആവറേജ് ഓഫ് ദ റിമൈനിങ് പ്ലെയർ ഈസ് 3 years ലെസ് ദാൻ ദ ആവറേജ് ഓഫ് ഓൾ ടീം. അപ്പോൾ നമുക്ക് ഓൾ ടീമിൻ്റെ ആവറേജ് നമുക്ക് എന്തെടുക്കാം? അതായത് ഓൾ ടീമിൻ്റെ ആവറേജ് നമുക്കറിയില്ല, അതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഇനി എന്താണ്? അതായത് ഓൾ ടീമിൻ്റെ ആവറേജ് എക്സ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര? സം എത്രയായിരിക്കും? 11 ആൾക്കാരുടെ ആവറേജ് എക്സ് ആകുമ്പോൾ സമ്മ് 11x ആവും. അതിൽ നിന്ന് ക്യാപ്റ്റൻ്റെ വയസ്സ് 35 ആണ്, അത് മാറ്റി. അതുപോലെ വിക്കറ്റ് കീപ്പർ 40 ആണ്, 35ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 40 ആണ്, അത് കൂട്ടി. ബാക്കി എത്രയാണ്? 9 ആൾക്കാരല്ലേ? ഡിവൈഡ് ബൈ 9 ഇട്ടാൽ പുതിയ ആവറേജ് എത്രയാണ്? പഴയ ആവറേജ് എക്സ് ആണ്, അതിനേക്കാളും 3 കുറവാണ്. കിട്ടിയില്ലേ? ഇനി നമുക്ക് എക്സ് ഫൈൻഡ് ചെയ്തുകൂടെ? എങ്ങനെയാണ്? 11x മൈനസ് ഇത് തമ്മിൽ ചെയ്താൽ 75 ഈക്വൽ ടു 9x മൈനസ് 27. ഇത് ചെയ്താൽ 9x, അതായത് 75നെ മറ്റു സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 2x ഈക്വൽ ടു 75 മൈനസ് 27, ദാറ്റ് ഈസ് 48. അപ്പോൾ x ഈക്വൽ ടു 24 ഇയേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? 24 ഇയേഴ്സ് ആണ് ടോട്ടൽ ആവറേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് വെയിറ്റ് ഓഫ് 42 ബോയ്സിൻ്റെ ക്ലാസ് ഈസ് 41. എന്താണ്? 42 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 41 ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 1722 kg എന്ന് കിട്ടും. അത്ര കിട്ടിയില്ലേ? എ ബോയ് ഓഫ് 39 kg വെയിറ്റ് ഈസ് ജോയിൻ ദ ക്ലാസ്. അപ്പോൾ ഒരു 39 വയസ്സുള്ള ഒരാൾ, 39 kg വെയിറ്റുള്ള ഒരാൾ ജോയിൻ ചെയ്തു. അതായത് ഇതിൻ്റെ കൂടെ 39 kg ഉള്ള ഒരാൾ ജോയിൻ ചെയ്തു. എ ബോയ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് ഹൂസ് വെയിറ്റ് വാസ് കൗണ്ടഡ് 34 kg ഇൻ പ്ലേസ് ഓഫ് 43. ഓക്കെ, 40, അതായത് ശരിക്കും അയാളുടെ വെയിറ്റ് 43 ആണ്, പക്ഷേ 34 ആണ് കൗണ്ട് ചെയ്തത്. വാട്ട് ഈസ് വിൽ ബി ദ ന്യൂ ആവറേജ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ആവറേജ് 42 ആൾക്കാരുടെ ആവറേജ് എത്രയാണ്? 41 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 1722 ആണ്. അതിൻ്റെ കൂടെ 39 kg ഉള്ള ഒരാൾ വന്നു. ക്ലിയർ? 39 kg ഉള്ള ഒരാൾ വന്നു പ്ലസ്, പക്ഷേ ഇന്ന് 34 റോങ് ആയിട്ട് എൻ്റർ ചെയ്തതാണ്. ശരിക്കും എത്രയാണ്? 43 ആണ്. അപ്പോൾ എന്താണ്? 43, അതായത് 34 നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം, കാരണം 34 തെറ്റിയിട്ട് എൻ്റർ ചെയ്തതാണ്. അപ്പം 34 മൈനസ് ചെയ്തിട്ട് 43 ആഡ് ചെയ്യണം. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ആൾക്കാരാണ്? 42. ഇപ്പോൾ പുതിയൊന്ന് വന്നത് 43. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കൂട്ടിയാൽ എന്ത് കിട്ടും? 1761 പ്ലസ് 43 മൈനസ് 34 ബൈ 43. ഇത് ചെയ്താൽ 1770 അല്ലേ കേട്ടോ? 4 അല്ലേ? അപ്പോൾ 9 അല്ലേ? ഓക്കെ, ബൈ 43. അപ്പോൾ ഇതെന്ത് കിട്ടും? 4 16. സോ 4 കിട്ടും. പിന്നെ 1 41 സംതിങ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The average weight of 6 persons increased by 2 kg when one of them whose weight 72 is replaced by new person. The weight of new men ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? അപ്പോൾ നമുക്ക് ആവറേജ് വെയിറ്റിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. പുതിയ ആൾ വന്നാളെ വെയിറ്റ് 1 kg എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ടോട്ടൽ? അവരുടെ ടോട്ടൽ 6 ആൾക്കാരുടെ എക്സ് ആണെങ്കിൽ 6x ആണ് അവരുടെ ടോട്ടൽ. അവിടുന്ന് 72 ഉള്ള ആൾ പോയി, എ വെയിറ്റുള്ള ആൾ വന്നു. അപ്പോൾ എന്താണ്? അപ്പോൾ എക്സിനേക്കാളും എത്രയാണ്? എക്സിനേക്കാളും 2 kg ആവറേജിൽ കൂടി. അപ്പോൾ x+2 ആണ് ആവറേജ് കൂടിയത്. ഇൻറ്റു എത്രയാണ്? 6 ആൾക്കാരുടെ. അപ്പോൾ ടോട്ടൽ കിട്ടിയില്ലേ? കിട്ടി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. എന്താണ്? 6x - 72 + a = 6x + 12. 6xും 6xും ക്യാൻസലായി, ഇവിടെ ഉണ്ട്. അപ്പോൾ a = 84 kg എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് നിങ്ങൾ മറ്റു രീതിയിലും ചെയ്യാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ കാണുന്നത് അതേപോലെ ഇക്വേഷൻ എഴുതാം, എന്നിട്ട് അത് സോൾവ് ചെയ്താൽ ആൻസർ ആയി. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഇക്വേഷനിൽ ഇത് ചെയ്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മൈൻഡിൽ എങ്ങനെ ചെയ്യാം? മൈൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ, അതായത് 72 ഉള്ള ഒരാൾ പുറത്തു പോയി, എന്നിട്ട് പുതിയൊരാൾ വന്നു. ഓക്കെ, അപ്പോൾ വരുമ്പോൾ 2 കൂടുതലാണ്. എല്ലാവരുടെ ആവറേജിൽ, അതായത് 6 പേരുടെ ആവറേജിൽ നിന്നും 2 കൂടി. എത്ര കൂടി? 12 കൂടി. ഓക്കെ, അപ്പോൾ അയാൾ പുറത്തുനിന്ന് വരുന്ന ആള് ഈ പോയ ആളെക്കാളും 12 കൂടുതലായിരിക്കണം. സോ 84 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യാം. പുറത്തു പോയത് 72 ആണ്, വന്ന ആള് ഒരു 12 എക്സ്ട്രീം കൊണ്ടുവരണം. അപ്പോൾ 84 ആയിരിക്കും വന്ന ആളുടെ വെയിറ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The mean of 11 number is 44 if the mean of 6 number is 39 and that of the last 6 number is, അതായത് ഫസ്റ്റ് 6 നമ്പറിന്റെ മീൻ 39 ആണ്, ലാസ്റ്റ് 6 നമ്പറിന്റെ 48 ആണ്. ദെൻ വാട്ട് ഈസ് ദ 6th നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? സം ഓഫ് 11 നമ്പറിന്റെ സം എന്താണ്? 44 × 11, ദാറ്റ് ഈസ് 484. അതെല്ലാവർക്കും അറിയില്ലേ? ഇനി 6 നമ്പറിന്റെ, അതായത് ഫസ്റ്റ് 6 നമ്പറിന്റെ 6 × 39, ദാറ്റ് ഈസ് എത്രയാണ്? 234. ഇനി ലാസ്റ്റ് 6 നമ്പറിന്റെ 6 × എത്രയാണ്? 48, ദാറ്റ് ഈസ് 288. ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 2 2 ഇത്രയും കിട്ടി. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ശരിക്കും സമ്മ്. ഇവിടെ വന്നാൽ ഒരാൾ എക്സ്ട്രാ ഉണ്ട് ഇവിടെ വരുമ്പോൾ കാരണം ഈ 6ാമത്തെ ആളെ നമ്മൾ 2 പ്രാവശ്യം കൂട്ടി. അതാണ് ഇവിടെ വന്ന എക്സ്ട്രാ വരുന്ന നമ്പർ. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് 11 ആൾക്കാരുടെ ആവറേജ് കൂട്ടുമ്പോൾ 484 കിട്ടി. പക്ഷേ ഇവിടെ 2 പ്രാവശ്യം കൂട്ടുമ്പോൾ 2 എണ്ണത്തിലും ഓരോ പ്രാവശ്യം 6 ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു 6 ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എന്താണ്? 522 - 484, ദാറ്റ് ഈസ് 38 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ 12th innings the average score per innings of a batsman was 55. ഓക്കെ, 12th innings ചെയ്യുമ്പോൾ ആവറേജ് സ്കോർ 55 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 12 innings ചെയ്യുമ്പോൾ ടോട്ടൽ അയാൾ എത്ര സ്കോർ അടിച്ചിട്ടുണ്ടാവും? എന്താണ്? 55 × 12 ചെയ്താൽ അയാൾ ടോട്ടൽ എത്രയായിരിക്കും? 12 innings ചെയ്യുമ്പോൾ ടോട്ടൽ ഇത്രയും സ്കോർ അടിച്ചിട്ടുണ്ടാവും. ആഫ്റ്റർ 14th innings ഹിസ് ആവറേജ് സ്കോർ ഇൻക്രീസ്ഡ് ബൈ ടു 60. ഓക്കെ, 14th innings ആകുമ്പോൾ, അതായത് ഇപ്പോൾ 12ന്റെ ടോട്ടൽ കിട്ടി, ഇനി 14ന്റെ ടോട്ടൽ ആകുമ്പോൾ അയാളുടെ ആവറേജ് എത്രയാണ്? 60 ആയിട്ട് ഇൻക്രീസ് ആയി. അപ്പോൾ 60 × 14, ദാറ്റ് ഈസ് 840 ആണ് അപ്പോഴത്തെ ടോട്ടൽ. ഇഫ് ദ ബാറ്റ്സ്മാൻ ഹാഡ് സ്കോർഡ് 20 runs more in the 14th innings than the previous innings, then how many runs did the score in the 13th innings? ഓക്കെ, അപ്പോൾ 13th innings-ന്റെ സ്കോർ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവും 13ന്റെയും 14ന്റെയും കൂടിയിട്ടുള്ള സ്കോർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇത് മൈനസ് ചെയ്യുമ്പോൾ 150 എന്ന് കിട്ടും. ഇതാണ് 13th + 14ന്റെ സ്കോർ. ക്ലിയർ? മനസ്സിലായില്ലേ? പിന്നെ ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്? 14th എന്ന് പറയുന്നത് 13നെക്കാളും 20 കൂടുതലാണ്. അപ്പോൾ എക്സാമ്പിൾ 13th x ആണെങ്കിൽ 14th എന്താണ്? x+20 ആണ്. മനസ്സിലായോ? 13th x ആണെങ്കിൽ 13നെക്കാളും 20 കൂടുതൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ? 2x + 20, ഇതാണ് 180 എന്ന് കിട്ടാം. അപ്പോൾ 2x = 160, x = 80. ക്വസ്റ്റ്യൻ എന്താണ്? 13th innings-ന്റെ സ്കോർ 80 ആണ്. സോ 80 ആണ്.
14th ഇന്നിങ്സ് എത്രയാണ്, അതിനേക്കാളും 2 കൂടിയിട്ട് 100 ആണ്. അപ്പോൾ 180 ആണ് 13th 14th. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ മീൻ ഓഫ് 20 ഒബ്സർവേഷൻ ഈസ് 50. It was later found that 2 observations 13 and 24 were incorrectly recorded as 31 and 42. The correct mean. അപ്പോൾ എന്താ 20ന്റെ മീൻ എത്രയാ 50. അപ്പം എന്ത് കിട്ടും 1000 എന്ന് കിട്ടും. ക്ലിയർ, അത്രയും ക്ലിയർ അല്ലേ. ഇനി 1000 നിന്ന് നമ്മൾ ഇത് രണ്ടും ഇൻകറക്റ്റ്ലി എൻ്റേർഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ 1000 നിന്ന് എന്ത് മൈനസ് ചെയ്യാം, 13 മൈനസ് ചെയ്യാം, അതുപോലെ 24 മൈനസ് ചെയ്യാം, അതുപോലെ കറക്റ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ ദ മീൻ ഓഫ് 20 ഒബ്സർവേഷൻ ഈസ് 50. ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് ദ ഒബ്സർവേഷൻ 13 ആൻഡ് 24 വെയർ ഇൻകറക്റ്റ്ലി റെക്കോർഡ് ആസ് 31 ആൻഡ് 42. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ കറക്റ്റ് മീൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ടോട്ടൽ 20ൻ്റെ എത്രയാണ്, മീൻ ഓഫ് 20ൻ്റെ 50 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് 1000 ആണ്. അപ്പോൾ 1000 നിന്ന് നമ്മൾ ഈ രണ്ടും മൈനസ് ചെയ്യണം, തെറ്റായ രണ്ടും മൈനസ് ചെയ്യാം. 1000 മൈനസ് 31 മൈനസ് 42. ക്ലിയർ. പ്ലസ് അതിൻ്റെ കൂടെ 13ഉം 24ഉം ശരിയായിട്ടുള്ളത് കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1000 പ്ലസ് മൈനസ് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 73 പ്ലസ് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 37. ക്ലിയർ. അപ്പോൾ ടോട്ടൽ എന്ത് കിട്ടും, 1000 മൈനസ് 36, ഇത് 1000 മൈനസ് 36 964 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ആവറേജ് കാണാം. 964 ബൈ എത്ര ആൾക്കാരാണ്, 20. സോ 20 ആണ്. അപ്പോൾ എത്ര കിട്ടും, ഇതിൻ്റെ പകുതി 48.20 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ആവറേജ് സ്പെൻഡിങ് ഓഫ് എ ഫാമിലി പെർ വീക്ക് ഡ്യൂറിങ് ദ 4 week പീരീഡ് ഓൺ എസെൻഷ്യൽ ഐറ്റംസ്, ഇത് റുപ്പീസ് ആണ്, RS 1475. ഡ്യൂറിങ് ദ ഫസ്റ്റ് 3 weeks ദ ഫാമിലി സ്പെൻഡ് RS 1200, RS 1500, RS 1875 ഓൺ സച്ച് ഐറ്റം. How much did the family spend on these items in the final week to ensure that the weekly average is maintained? ഓക്കെ, അപ്പോൾ നമ്മൾ വീക്ക്ലി ആവറേജ് കറക്റ്റ് ആണ്. എന്താണ് വീക്ക്ലി ആവറേജ്? വീക്ക്ലി ആവറേജ് എന്ന് പറയുന്നത് 1475. സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് ടോട്ടൽ ആവറേജ് കൂട്ടുക? 3 വീക്കിൻ്റെ ആവറേജ് എന്താ 1200, പിന്നെന്താ 1000 പ്ലസ് 1500 പ്ലസ് 1875. അതിൻ്റെ കൂടെ നമ്മൾ നാലാമത്തെ എക്സ് എന്ന് ഇടുക, ബൈ 4 ഇടുക. എന്നിട്ട് എന്താ എത്രയാണ് ടോട്ടൽ ആവറേജ്, എത്രയാണ് 1475. ഇനി സിമ്പിൾ ഇത് കണ്ടുപിടിച്ചാൽ മതി. സമ്മ് ചെയ്യുമ്പോൾ 4575 എന്ന് കിട്ടും, പ്ലസ് എക്സ് ഈക്വൽ ടു 475 ഇൻറ്റു 4. ഇത് ചെയ്യുമ്പോൾ എന്താ 5900 എന്ന് കിട്ടും അല്ലേ. ഇനി എക്സിൻ്റെ വാല്യൂ എന്ന് കിട്ടും 5231. ഓക്കെ, അപ്പോൾ ഇത് NTPC സ്റ്റേജ് 2 വെച്ച് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ. അപ്പോൾ ഏതാണ്ട് നമ്മൾ പെർസെൻറ്റേജും ആവറേജും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. മാക്സിമം നിങ്ങൾ നോക്കുക. ഞാൻ ചിലതൊക്കെ കുറച്ച് ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഇക്വേഷൻ എഴുതി ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ എഴുതുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ കൂടെ ഇക്വേഷൻ എഴുതി പോകുക, അങ്ങനെയും ചെയ്യാം. ക്ലിയർ അല്ലേ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം.